പ്രിയപ്പെട്ടവരെ, മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കും മുപ്പത്തടം സഹകരണ ക്ലിനിക്കും ചേർന്ന് നടപ്പാക്കുന്ന പ്രിവിലേജ് കാർഡ് വിതരണ ചടങ്ങ് ഔപചാരികമായി ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി ആദരണീയനായ ബാങ്ക് പ്രസിഡന്റ് ശ്രീ VM ശശി അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. ആദ്യം ഒരു അനുശോചനം. ഒന്ന്, ലോകം ആദരിക്കുന്ന ആദരണീയനായിട്ടുള്ള ആത്മീയ നേതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ, അതോടൊപ്പം തന്നെ ISRO ചെയർമാനായിരുന്ന കസ്തൂരി രംഗൻ, കാശ്മീരിൽ തീവ്രവാദികളാൽ വധിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്തരം ആളുകളുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്താൻ 1 മിനിറ്റ് എഴുന്നേറ്റ്. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓർബിസ് ലൈഫ് മെഡിക്കൽ സെക്ഷൻ്റെ MDയും ഇതിൻ്റെ ഉപജ്ഞാതാവുമായിട്ടുള്ള ഈ ആശയം കൊണ്ടുവന്നിട്ടുള്ള MD ആൻഡൻ ഐസക് ആണ്. അദ്ദേഹത്തെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. മുപ്പത്തടം നിവാസികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായൊരു ദിനമാണിന്ന്. ഞാൻ പറയാൻ കാരണമുണ്ട്. ഞങ്ങളിവിടെ ഈ ക്ലിനിക്ക് ആരംഭിച്ചിട്ട് ഏകദേശം 3 മാസങ്ങൾ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ആരോഗ്യ സേവനങ്ങൾ അവർക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും അതോടൊപ്പം അവർക്ക് ഇവിടെ വന്ന് ആരോഗ്യ സേവനങ്ങൾ ഏറ്റെടുക്കാനുള്ള സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത്. അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയിലാണ് നമ്മൾ നമ്മുടെ ബാങ്കിൻ്റെ അംഗങ്ങൾക്ക് പ്രിവിലേജ് കാർഡ് കൊടുക്കുന്നതിനായിട്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. അപ്പം ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും സ്വാഗതം ആശംസിക്കുന്നതാണ്. അതിനു മുമ്പ് ഈ ഓർബിസ് ലൈഫ്സ് എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ഓർബിസ് ലൈഫ്സ് എന്താണ്, ഓർബിസ് ലൈഫ്സിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെപ്പറ്റി 2 വാക്ക് സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കും. ഓർബിസ് ലൈഫ്സ് ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ വെർച്വൽ ക്ലിനിക്കാണ്. ആരോഗ്യരംഗത്ത് ഒരുപാട് ആൾക്കാർ വീടുകളിൽ ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അതുപോലെ ബെഡ്രിഡനായിട്ടുള്ള ആൾക്കാർ, അതുപോലെ സാമ്പത്തികം കുറഞ്ഞ ആൾക്കാർ, അതുപോലെ റൂറൽ ഏരിയാസിൽ ഹോസ്പിറ്റൽ സേവനങ്ങൾ ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഈ ആരോഗ്യ സേവനങ്ങൾ കിട്ടുന്നത് കൂടുതലും ടൗണുകളിൽ അല്ലെങ്കിൽ ഒരു വലിയ ടൗൺഷിപ്പുകളിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണ്. എല്ലാ സൗകര്യങ്ങളും അവർക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരോഗ്യ സേവനങ്ങൾ അർബൻ ടു റൂറൽ എന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ വെർച്വൽ ക്ലിനിക്ക് എന്നൊരു സങ്കല്പം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓർബിസ് ലൈഫ്സ് ആണ്. കോവിഡിനോടനുബന്ധിച്ച് 2020 ഞങ്ങൾ ഈ പ്രൊജക്റ്റ് സമർപ്പിച്ചു സെൻട്രൽ ഗവൺമെൻറ്റിന്. അതിനുശേഷം ഇതിൻ്റെ ആപ്ലിക്കേഷൻ രംഗത്ത് ഡെവലപ്മെൻറ്റും മറ്റ് ആക്ടിവിറ്റീസൊക്കെ 2022 കൊടുങ്ങല്ലൂർ വെച്ചിട്ടാണ് ഞങ്ങളിത് ഇനാഗുറേഷൻ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. അപ്പം ഞങ്ങളുടെ ആദ്യം ഒരു മൊബൈൽ യൂണിറ്റ് ആയിരുന്നു. അതുപോലെ ഹൈബ്രിഡ് മോഡൽ, ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്ലസ് വീടുകളിൽ ചെന്നുള്ള സേവനം, അങ്ങനെ ഞങ്ങൾ പടിപടിയായിട്ട് നമ്മുടെ ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ടൗൺഷിപ്പുകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർമാർക്ക് വില്ലേജ് ഏരിയാസിലോ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലൊന്നും പോയിട്ട്
നമ്മൾ ഒരു മദർ ഹോസ്പിറ്റൽ ഉണ്ടാകും. നമുക്ക് ഈ സിറ്റിയിലുള്ള വലിയ ഹോസ്പിറ്റലുകൾ ടൈപ്പ് ചെയ്തുകൊണ്ട് ആ സിറ്റിയിലുള്ള വലിയ ഹോസ്പിറ്റലും നമ്മുടെ ഇൻറ്റിഗ്രേറ്റഡ് പ്രൈമറി ഹെൽത്ത് കെയർ നെറ്റ്വർക്കും നമ്മുടെ മൊബൈൽ യൂണിറ്റും എല്ലാം ഇൻറ്റിഗ്രേറ്റ് ചെയ്തുകൊണ്ട് AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമ്മൾ എല്ലാ ആൾക്കാരും ഏത് മുക്കിലും മൂലയിലും ഉള്ള ആൾക്കാർക്ക് ആരോഗ്യ സേവനം എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഓർബിസ് ലൈഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിന് 2022 ബെസ്റ്റ് എമർജിംഗ് സ്റ്റാർട്ടപ്പായിട്ട് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഗ്രാൻഡ് അവാർഡ് കിട്ടുകയുണ്ടായി. അതിനുശേഷം ഇൻഡോ ഓസ്ട്രേലിയ ബിസിനസ് എക്സലൻസ് അവാർഡ് കിട്ടുകയുണ്ടായി. അതുപോലെ കഴിഞ്ഞ വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ P. രാജീവ് സാർ നേതൃത്വത്തിൽ KSDC ഈ സംരംഭത്തെ KSDCയുടെ SBIയുടെ സപ്പോർട്ടോടുകൂടി എമർജിംഗ് സ്റ്റാർട്ടപ്പായിട്ട് തിരഞ്ഞെടുക്കുകയും KSDCയുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ സഹകരണ രംഗത്തേക്ക് കടന്നു വരികയും ചെയ്തു. അങ്ങനെ സഹകാരികളിലൂടെ എല്ലാ സഹകാരികളിലേക്കും നമ്മൾ സേവനം എത്തിക്കുന്ന ഒരു മോഡൽ ആവിഷ്കരിച്ചുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ സംരംഭം നമ്മൾ 30 കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മളിവിടെ സെറ്റപ്പ് ചെയ്തു. ഇവിടെ നമ്മൾ നമ്മുടെ ഇൻറ്റിഗ്രേറ്റഡ് പ്രൈമറി ഹെൽത്ത് കെയർ നെറ്റ്വർക്കിൻ്റെ ആദ്യത്തെ യൂണിറ്റാണ് മുപ്പതെടുത്തത്. അതിൻ്റെ അകത്ത് നമുക്കെല്ലാം അഭിമാനിക്കാം. ഇതിനുശേഷം ഞങ്ങൾ പാലായിലെ യൂണിറ്റ് ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ പടിപടിയായിട്ട് പല സ്ഥലത്തും മഞ്ഞുമൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലും മറ്റു സിറ്റിയിലുള്ള വലിയ ഹോസ്പിറ്റലുകളായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ഈ ഹെൽത്ത് കെയർ നെറ്റ്വർക്ക് നമ്മൾ വിപുലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം. അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പല സമയത്തും ഇതിൻ്റെ ഒരു നമ്മുടെ ആൾക്കാർക്കെല്ലാം ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ ആരോഗ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും രണ്ടടി പുറകോട്ട് പോകും. അതൊരു വലിയ പ്രശ്നമാണ്. അതേസമയത്ത് നാം ബിരിയാണി ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടി വരും. എല്ലാവരും ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു കാര്യമാണ് ആരോഗ്യ സംരക്ഷണം. ഇത് ഞങ്ങളൊരു വളരെ വിപുലമായൊരു സ്റ്റഡി നടത്തുകയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുകയും പെട്ടെന്നുള്ള മരണം സംഭവിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യ പരിപാലനത്തിലുള്ള ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. അതെങ്ങനെ കൃത്യമായിട്ട് ഞാൻ പറയാം. പല മരണങ്ങളും നമുക്ക് പെട്ടെന്ന് രാത്രി കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോൾ മരിക്കുന്നു, അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴിക്ക് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് ഒരു ചെറിയൊരു അവയർനെസ്സും നമുക്കൊരു മുൻകരുതലും ഉണ്ടെങ്കിൽ ഒരു 80-90% സഡൻ ഡെത്തുകളും നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ ഒരു മെസ്സേജ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സൗജന്യമായിട്ട് പല പ്രാവശ്യവും ലൈഫ് സ്റ്റൈൽ ഡിസീസ് അവയർനെസ് പ്രോഗ്രാമും അത് ഇയർലി ഡിറ്റക്ഷൻ സിസ്റ്റവും നമ്മൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ സൗകര്യങ്ങൾ എല്ലാ ആൾക്കാരും ഉപകാരപ്പെടുത്തുക എങ്കിൽ നമുക്ക് നാളെ നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനുള്ളൊരു ഒരു മുൻകരുതലായിട്ട് അതിന് മാറ്റാവുന്നതാണ്. ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷുഗർ ഉണ്ടാകും. അതുപോലെ ഹൈപ്പർ ടെൻഷൻ. ഈ രണ്ട് സാധനം ഉള്ളതായിട്ട് നമുക്ക് അറിയത്തുമില്ല. ഇത് പ്രോപ്പറായിട്ട് ചെക്കപ്പ് ചെയ്ത് അതിന് വേണ്ട മുൻകരുതൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏതു സമയത്തും നമ്മുടെ ജീവന് തന്നെ ഇതൊരു ആപത്തായിട്ട് മാറും. എല്ലാ ഡിസീസിലേക്കും നമ്മളെ നയിക്കുന്ന 2 കാരണങ്ങളാണ് ഷുഗർ, പിന്നെ കൊളസ്ട്രോള്, പിന്നെ BP. അതിൽ തുടങ്ങി ക്യാൻസർ, പിന്നെ കിഡ്നി ഫെയിലിയർ, നമ്മുടെ ഓരോരോ അവയവങ്ങളായിട്ട് ഇഞ്ചിഞ്ചായിട്ട് നമ്മൾ ഒരു സമയം കഴിയുന്നതോടെ നമ്മുടെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു ബേസിക്കായിട്ട് ഇപ്പം സാമ്പത്തികം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഞങ്ങളിവിടെ പല സമയത്തും പാക്കേജുകളും അതുപോലെ തന്നെ ഇന്ന് തന്നെ ഏകദേശം 1000-ഓളം രൂപ വരുന്ന ടെസ്റ്റുകൾ സൗജന്യമായിട്ട് ഞങ്ങളിവിടെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് കിഡ്നി ടെസ്റ്റ് ഉണ്ടായിരുന്നു, ലിവർ ടെസ്റ്റ്, അതുപോലെ ഷുഗർ, കൊളസ്ട്രോള്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യുകയും നമ്മളൊന്ന് ഡോക്ടറെ കാണുകയും അവർ പറയുന്ന ഉപദേശം അനുസരിച്ച് നമ്മുടെ ജീവിതക്രമം മാറ്റണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഡെയിലി ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് വർക്കൗട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ BP, ഷുഗറൊക്കെ നമ്മളൊരു മാസത്തിൽ ഒന്നെങ്കിലും ചെക്ക് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അഡ്വൈസ് ചെയ്യുക, ഭക്ഷണക്രമം ക്രമീകരിക്കുക. ഇങ്ങനെയുള്ള ഒരു മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും.
ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയും മുന്നോട്ടും ഇതുപോലെയുള്ള ഞങ്ങൾ നടത്തുന്ന ബാങ്കും ഓർബിസ് ലൈഫും സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലും എല്ലാം ചേർന്ന് നടത്തുന്ന ഇതുപോലെയുള്ള ആരോഗ്യ സംരക്ഷണ പരിപാടികളിൽ എല്ലാവരും തുടർന്ന് പങ്കെടുക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ പ്രിവിലേജ് കാർഡിൻ്റെ വിതരണം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ CPM ജില്ലാ സെക്രട്ടറി S. സതീഷാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ VM ശശി സാറ്, ഇദ്ദേഹം നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ നേതാവായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തുടക്കം മുതലേ ഈ പ്രസ്ഥാനത്തിന് നമ്മുടെ ഈ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ സഹകരണവും തന്ന് നമുക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ചെയ്തിരിക്കുന്ന നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത്. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് അനുഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്നിലുണ്ട്. നിരവധി സമര പോരാട്ടങ്ങളിലൂടെയും യുവജന പോരാട്ടങ്ങളിലൂടെയും എറണാകുളം ജില്ലയിലെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി നിന്നുകൊണ്ട് ഇവിടെ നമ്മുടെ സമൂഹത്തിന് ഒരു മാർഗദർശിയും ക്രാന്തദർശിയുമായിട്ട് നേതൃത്വം നൽകുന്ന യുവ നേതാവായ S. സതീഷിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യും. ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോർഡ് മെമ്പർമാർ KG വേണുഗോപാൽ സാറ്, വൈസ് പ്രസിഡന്റ് MSCB ബാങ്ക്, എല്ലാ പരിപാടിയിലും ഓടി വരികയും എല്ലാ സമയത്തും എല്ലായ്പ്പോഴും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉപദേശം തരികയും നമുക്ക് ഇന്ന രീതി ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്ന ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് KG വേണുഗോപാൽ സാറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ KB വർഗീസ് CPM ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കനിവ് പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം എങ്ങനെ സമൂഹത്തെ എങ്ങനെ സേവിക്കണമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അശരണർക്കും ആത്മഹീനർക്കും ഒരു തണലായിട്ട് ഞങ്ങളിവിടെ പേ ചെയ്തിട്ടാണ് ഞങ്ങളുടെ സർവീസ് തരുന്നതെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ വന്ന് കിടപ്പ് രോഗികളെയും ഒക്കെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് കനിവ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. അതിൻ്റെയും സംഘാടകനും നേതൃത്വം നൽകുന്ന വ്യക്തിയുമാണ് KB വർഗീസ് സാറ്. അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. MSCB ബാങ്കിൻ്റെ ഡയറക്ടർ KJ സെബാസ്റ്റ്യൻ സാറ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാം ഒരു മാർഗദർശിയായിട്ട് നമുക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് S. പ്രകാശ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ബാങ്കിൻ്റെ സെക്രട്ടറി PH സാബു സാർ, ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാ പരിപാടികൾക്കും പിന്നിൽ നിന്നുകൊണ്ടും മുന്നിൽ നിന്നുകൊണ്ടും നമ്മളെ നയിക്കുകയും സമയാസമയങ്ങളിൽ ഇടപെട്ട് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ഒരുപാട് നമ്മൾ തുടക്കമായതുകൊണ്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. റിസൾട്ടുകൾ ഡിലേ ആകുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ സിസ്റ്റമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് മീറ്റിംഗ് കൂടി ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള PH സാബു സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
രാജലക്ഷ്മി മാഡം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ഇവിടെ രാവിലെ വന്നായിരുന്നു. അപ്പം ഇവിടെ മാഡം എല്ലാ പ്രാവശ്യവും വരുന്ന ആളാണ്. അപ്പം ഇത് എന്തുകൊണ്ട് താഴെ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് അത്യാവശ്യമായിട്ട് പഞ്ചായത്തിലേക്ക് പോയെന്ന് പറഞ്ഞു. അപ്പം മാഡത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് പ്രിയങ്കരനായ കെ ഇബ്രാഹിം സാറുണ്ട്. അദ്ദേഹം ബാങ്കിൻ്റെ ബോർഡ് മെമ്പറാണ്. എല്ലാ ചടങ്ങുകൾക്കും നമുക്ക് കാണാവുന്ന ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റെ. എല്ലാ പ്രാവശ്യവും നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ നമ്മുടെ കൂടെ നിന്ന് സഹകരിക്കുന്ന ഇബ്രാഹിം സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മുടെ KN രജീഷ്. ഇവിടെ നമ്മുടെ എല്ലാ മാർക്കറ്റിംഗ് ഉൾപ്പെടെ എന്ത് കാര്യത്തിനും എല്ലാ പ്രാവശ്യവും എനിക്ക് ഏകദേശം ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഞങ്ങൾ തമ്മിൽ വിളിക്കുകയും, ഇപ്പം ഞാൻ ആദ്യമൊക്കെ പുള്ളി പറയുന്നത് രജിസ്റ്റേർഡ് ഇവിടെ ആൾക്കാരൊക്കെ വരുന്നത് കുറവാണ്, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പോലും ആൾക്കാർ വരുന്നില്ല, ഈ ആൾക്കാർക്ക് ആരോഗ്യത്തിനൊന്നും ഒരു ശ്രദ്ധയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം തന്നെ ശരിയാക്കി തരാമെന്ന് പറയും. അങ്ങനെ എല്ലാം ഇപ്പം തന്നെ ശരിയാക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ KN രജീഷ് ചേട്ടന്. ഇന്ന് രാവിലെ തന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിയത്, ഞാൻ രാവിലെ ഈ നമ്മുടെ ടെസ്റ്റ് ആകെപ്പാടെ വന്നത് 125 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടും ഇവിടെ ആകെ വന്നത് 10-15 പേരാണ്. അപ്പം ഞാൻ രാവിലെ താഴെ വെച്ച് തന്നെ ഈശ്വരനോട് പറഞ്ഞത് ആൾക്കാരൊന്നും വരുന്നില്ല, ഇപ്പം തന്നെ ശരിയാക്കാന്ന് പറഞ്ഞു. അവിടെ നിന്ന് 2 ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് കണ്ടു. 10 മിനിറ്റ് കഴിഞ്ഞപ്പം 10-30 പേരായി. ഞാൻ പറഞ്ഞു ഒന്ന് നിർത്തിയേക്കും, ഇപ്പം നമുക്ക് പരിപാടി തുടങ്ങാറായി, ആൾക്കാർ ഇടിച്ചു കയറാനുള്ള സാധ്യത കാണുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യത്തെ പ്രോഗ്രാമിൽ നമുക്ക് അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നിമിഷ നേരം കൊണ്ട് ആളെ കൂട്ടുന്ന ഒരു വ്യക്തിയാണ് രജീഷ് ചേട്ടന്. അപ്പം അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇനി നമുക്ക് സ്വാഗതം ആശംസിക്കേണ്ടത് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ബാങ്കും ഓർബിറ്റ് ലൈഫും ഒക്കെ ചേർന്ന് സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ നടക്കുകയും ഇങ്ങനെ പ്രിവിലേജ് കാർഡ് കൊടുക്കുകയും ചെയ്യുന്നറിഞ്ഞ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കുമാണ് ഈ ചടങ്ങ്. അപ്പം ഇത് നിങ്ങളുടെ ഇതിനകത്തൊരു പൈനിയർ മെമ്പേഴ്സാണ്. പല ആൾക്കാർക്കും ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ എടുക്കുന്നതിനായിട്ട് അവർ വിമുഖത കാണിച്ച് അല്ലെങ്കിൽ പുറകോട്ട് മാറി നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് വന്ന് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കുകയും അതുപോലെ ബ്ലഡ് ചെക്കപ്പ് ചെയ്ത് സ്വന്തം ആരോഗ്യത്തെ പറ്റി ഒരു ബോധവൽക്കരണം നേടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുകയും ചെയ്ത് അവിടെ എത്തുന്ന എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും ബാങ്കിൻ്റെ മെമ്പേഴ്സിനും അതുപോലെ ബാങ്കിൻ്റെയും ഓർബിറ്റ് ലൈഫിൻ്റെയും ജീവനക്കാർക്കും എല്ലാവർക്കും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ നമ്മുടെ ഈ ചടങ്ങ് പ്രിവിലേജ് കാർഡിൻ്റെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് CPIM-ൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാനും ആയിട്ടുള്ള സഖാവ് S. സതീഷാണ്. ഇവിടെ നമ്മൾ ഈ ചടങ്ങ് ഇത് നടത്താൻ വേണ്ടി ആലോചിക്കുമ്പോൾ തന്നെ സഖാവുമായി ബന്ധപ്പെട്ടു. മുപ്പത്തറ സർവീസ് സഹകരണ ബാങ്ക് മുപ്പത്തറത്തിൻ്റെയും സഹകാരികളുടെയും നാട്ടുകാരുടെയും ഉന്നമനത്തിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ജനോപകാരപ്രദമായ ഒരു പദ്ധതിയാണിപ്പോൾ നമ്മളിവിടെ സഹകാരികൾക്ക് നൽകുന്ന പ്രിവിലേജ് കാർഡ്. ആ പ്രിവിലേജ് കാർഡിൻ്റെ ഉദ്ഘാടനത്തിന് സഖാവ് തന്നെ വന്ന ആ ചടങ്ങ് നിർവഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയില്ലാതെ ഇന്ന് തന്നെ നിരവധി പരിപാടികളുണ്ട്. ആ പരിപാടികൾക്കിടയിലും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് കൃത്യമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഖാവ് S. സതീഷ്, CPIM-ന്റെ അമരക്കാരനായിട്ടുള്ള സഖാവ്. അതോടൊപ്പം തന്നെ നമുക്കിന്നിപ്പോൾ ഇവിടെ ഇപ്പോൾ വേദിയിലുള്ള സഖാവ് KB വർഗീസ്, CPIM-ന്റെ ഏരിയ സെക്രട്ടറി, ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് CG വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA അബൂബക്കർ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് VK ശിവൻ,
സീനിയർ ബോർഡ് മെമ്പറായിട്ടുള്ള KJ സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ബോർഡ് മെമ്പറുമായിട്ടുള്ള രാജലക്ഷ്മി, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റായിട്ടുള്ള S പ്രകാശ്, ബാങ്കിന്റെ സെക്രട്ടറി PH സാബു, ബോർഡ് അംഗങ്ങളായിട്ടുള്ള KN രതീഷ്, അതുപോലെ തന്നെ ഇപ്പോൾ ഓർബിസ് സയൻസിന്റെ അതിൻ്റെ MD-യും ഈ ആശയം കൊണ്ടുവന്ന് നടപ്പിലാക്കുന്ന ആൻഡൻ ഐസക് പാലക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പം ഇത് 4ാമത്തെ യൂണിറ്റാണ് ഇവിടെ ഇപ്പോൾ ആരംഭിക്കുന്നത്. പാലായിലും വൈറ്റിലയും പിന്നെ തൊടുപുഴ, ഏറ്റുമാനൂർ, അവിടെയെല്ലാം ഇത്തരം യൂണിറ്റുകളുണ്ട്. നമ്മുടെ ഈ പദ്ധതി ഇവിടെ നമ്മുടെ ബാങ്കിൻ്റെ പുതിയ പദ്ധതി, പുതിയ പ്രൊജക്റ്റ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സഹകാരികൾക്ക് ആവശ്യമായിട്ടുള്ള കുറഞ്ഞ ചെലവിലുള്ള ചികിത്സ നൽകുക എന്നത്. അതിന് നമ്മളിങ്ങനെ ആലോചിച്ച് അതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പരസ്യമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ പലരും വന്നെങ്കിലും ഇതിന് ഏറ്റവും അനുയോജ്യമായത് ഓർബിസ് ലൈവാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അവരുമായി ചർച്ച ചെയ്തിട്ടാണ് ഈ പരിപാടി ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ ബാങ്കിൻ്റെ ഭാഗമായി ഏറ്റവും കുറഞ്ഞ ചെലവിൽ എല്ലാ ടെസ്റ്റുകളും നടത്താൻ വേണ്ടി ഉള്ള ഒരു ലാബ്, ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെയുള്ള ലാബുകൾ ആധുനിക സൗകര്യത്തോടു കൂടി ഇവിടെ ആരംഭിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ ബാങ്ക് നീതി മെഡിക്കൽ സ്റ്റോർ, ആ നീതി മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തനം ഇപ്പം ഇവിടെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ മെഡിക്കൽ വിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരാൾ അവശതയായി കിടക്കാണ്, വീട്ടിൽ എഴുന്നേറ്റ് ക്ലിനിക്കിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ കോളിൽ ഇവിടെ അറിയിച്ചാൽ ഡോക്ടറും നഴ്സും എല്ലാവരും കൂടി വീട്ടിൽ ചെന്ന് പരിശോധിച്ച് ആവശ്യമായ ചികിത്സ വീട്ടിൽ നൽകുന്ന ഒരു രീതി അത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രിവിലേജ് കാർഡ്, ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട 135 പേർക്കുള്ള ലാബ് പരിശോധന കുറഞ്ഞ ചെലവിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. രാവിലെ മുതൽ തന്നെ ആ പരിശോധന ഇവിടെ ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെ നമ്മൾ പ്രിവിലേജ് കാർഡ്, ആ പ്രിവിലേജ് കാർഡ് ബാങ്കിനകത്തുള്ള ബാങ്കിലെ അംഗങ്ങളായിട്ടുള്ള ഏതാണ്ട് 13,000 വരുന്ന അംഗങ്ങൾക്കും പ്രിവിലേജ് കാർഡ് നമ്മൾ വിതരണം ചെയ്യും. ഇവിടെ ഒരു ഫോമുണ്ട്, അല്ലെങ്കിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്താൽ ആ പ്രിവിലേജ് കാർഡ് എല്ലാവർക്കും കൊടുക്കും. പക്ഷേ 13,000 പേർക്ക് പ്രിവിലേജ് കാർഡ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് കൊടുത്തു തീർക്കാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്താണ്. ഇപ്പൊ ഈ 135 പേർക്കുള്ള പ്രിവിലേജ് കാർഡാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. അതിന്റെ വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ സഖാവ് S സതീഷ് ഇവിടെ നടത്തുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കിവിടെ നിന്ന് മുഴുവൻ പേർക്കും പ്രിവിലേജ് കാർഡ് വിതരണം ചെയ്യും. ഈ പ്രിവിലേജ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്ന എല്ലാ സേവനങ്ങൾക്കും 10% ഡിസ്കൗണ്ട്. ചാർജിൽ നിന്ന് ഇപ്പം തന്നെ വളരെ കുറഞ്ഞ ചെലവിലാണ് ഇതിന്റെ പരിശോധനകളെല്ലാം, ലാബ് പരിശോധന നടത്തുന്നത്. ആ പരിശോധനകൾക്കെല്ലാം വീണ്ടും ഒരു 10% കൂടി ഡിസ്കൗണ്ട് ലഭിക്കും. അതാണ് പ്രിവിലേജ് കാർഡിന്റെ ഗുണം. അപ്പൊ അത് രജിസ്റ്റർ ചെയ്ത് എല്ലാവരും അത് കൈപ്പറ്റണം. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഉപഭോക്തൃ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം. നിങ്ങളെല്ലാവരും നല്ല നിലയ്ക്ക് നമ്മുടെ ബാങ്കുമായി സഹകരിച്ച് പോകുന്നവരാണ്. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് നമുക്ക് ഇന്നിപ്പോൾ ഉപഭോക്തൃ സർവീസ് സഹകരണ ബാങ്ക് ഇന്നത്തെ പുരോഗതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച സഹകരണ ബാങ്കുകളിൽ
നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഒരു സഹകരണ ബാങ്കാക്കി നമ്മുടെ ബാങ്കിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് സഹകാരികളുടെ സഹകരണം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിന് അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട്, അതിനാവശ്യമായ പിന്തുണ നമുക്കിപ്പോൾ സതീഷ് സഖാവിനെ പോലെയുള്ള പൊതു പ്രസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പുരോഗതി നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും കൂടുതൽ പുരോഗതിയിലേക്ക്, മാറ്റത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയണം. ഇപ്പോൾ നമ്മുടെ മന്ത്രി ശ്രീ പി രാജീവ് ആവിഷ്കരിച്ചിട്ടുള്ള കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക രംഗത്തുള്ള വലിയ ഇടപെടലാണ് ആ കാര്യത്തിൽ നടത്തുന്നത്. കളമശ്ശേരി മണ്ഡലത്തിന്റെ വികാസത്തിന് വേണ്ടിയിട്ട്, അതിന്റെ പുരോഗതിക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ കിഴക്കേക്കടവ് സ്കൂളിന്റെ പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി വന്ന് നടത്തി. മന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയതാണ്. കടയാർ പുതിയ ബിൽഡിങ്ങിന് വേണ്ടി കഴിഞ്ഞ ആഴ്ചയിലാണ് അവിടെ കല്ലിട്ടത്. 36 സ്കൂൾ പുതിയ ബിൽഡിംഗ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറേക്കടവ് സ്കൂളിൽ പുതിയ ബിൽഡിങ്, പുതിയ ഗ്രൗണ്ട് അത് ആരംഭിച്ചു. ഉളിയന്നൂർ സ്കൂള് അതിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് മന്ത്രി ഫണ്ട് അനുവദിച്ച് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. എല്ലാ രംഗത്തും ആ നിലയ്ക്കുള്ള ഇടപെടൽ നമ്മുടെ മന്ത്രി നടത്തുന്നുണ്ട്. എന്നാൽ ചെറിയ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ രംഗത്തും 100 കാര്യങ്ങൾ നടത്തുമ്പോൾ ഏതെങ്കിലും 1-2 കാര്യങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വേഗതയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ച് സംഭവിക്കുന്നുണ്ട്. ഇപ്പം ചില റോഡുകളെ സംബന്ധിച്ചുള്ള പരാതികൾ ഇവിടെ വരുന്നുണ്ട്. അതും പരിഹരിക്കപ്പെടും. ചില സാങ്കേതിക തടസ്സത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള കുറവുകളാണ്. അതുകൂടി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ മന്ത്രി ഓഫീസിന്റെയും MLA ഓഫീസിന്റെയും ഭാഗമായി വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതെല്ലാം നടപ്പിലാക്കുമെന്നുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അതിലെല്ലാമുള്ള എഗ്രിമെന്റുകളായിട്ടുണ്ട്. പക്ഷെ ചില സാങ്കേതിക തടസ്സങ്ങൾ വരുന്നതിന്റെ ഫലമായി താമസം നേരിടുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായം ക്യാൻസർ രോഗികൾക്ക്, സ്ട്രോക്ക് വന്ന് നടന്നവർക്ക്, ഡയാലിസിസ് നടത്തുന്നവർക്ക് തുടങ്ങിയുള്ള മാരകമായ രോഗം ബാധിച്ച ആളുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന ധനസഹായം ഈ കഴിഞ്ഞ 4 കൊല്ലക്കാലത്തിനിടയ്ക്ക് രാജീവ് സഖാവ് ഇടപെട്ടുകൊണ്ട് 3,42,00,000 രൂപയാണ് ഇതിനകം ഇവിടെ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുള്ളത്. 3,42,00,000 രൂപയുടെ വിതരണം നടത്തി. ഇപ്പോഴും ഇനിയും അത്തരം രോഗികളുണ്ടെങ്കിൽ അതിന്റെ അപേക്ഷകൾ പൂരിപ്പിച്ച് കൃത്യമായി അർഹതപ്പെട്ട ആളുകൾക്ക് അപേക്ഷകൾ പൂരിപ്പിച്ചു കൊടുക്കാൻ ഈ ആനുകൂല്യങ്ങൾ ഇനിയും അർഹതയുണ്ട്. അതിന് പുറമെയാണ് നമ്മളിപ്പോ 32 സർവീസ് സഹകരണ ബാങ്ക് ഇത്തരം ജനസേവനപരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ ബാങ്ക് ഇപ്പോ മുതിർന്ന പൗരന്മാർക്ക് 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള മാസത്തിൽ 250 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന, ഒരു വർഷം 3000 രൂപ പെൻഷൻ കൊടുക്കുന്ന അപൂർവം സഹകരണ ബാങ്കുകളിൽ ഒരു ബാങ്കാണ് നമ്മുടെ ബാങ്ക്. ഏതാണ്ട് 16 ലക്ഷം രൂപയാണ് ഒരു വർഷം അതിനുവേണ്ടി നമുക്ക് നീക്കി വെക്കേണ്ടി വരുന്നത്. അത് ഓരോ മാസം കഴിയുന്നവരും കൂടിക്കൂടി വരെയാണ്. എല്ലാ കമ്മിറ്റിക്കകത്തും പുതിയ പുതിയ അപേക്ഷകൾ വരുന്നുണ്ട്. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 25 വർഷം ബാങ്കിൽ പൂർത്തിയാക്കിയിട്ടുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സഹായം. വേറെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ബാങ്ക് ചെയ്യുന്ന സാമൂഹ്യ സേവന രംഗത്ത് ഇടപെട്ടുകൊണ്ട് ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാവരും, നമ്മുടെ പൊതുപ്രസ്ഥാനവും മറ്റ് സാമൂഹ്യ സംഘടനകളും സാംസ്കാരിക സംഘടനകളും സഹകാരികളും എല്ലാം നമ്മളോട് സഹകരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും തുടർന്നുള്ള സഹകരണവും നമ്മുടെ ബാങ്കിന്റെ പുരോഗതിക്ക് ആവശ്യമായ സഹായവും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള CPIM ജില്ലാ സെക്രട്ടറി സഖാവ് S. സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ 32 സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ശശിചേട്ടൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ ഓർബിസ് ലൈഫ്സിന്റെ MD ആന്റൺ ഐസക്, മറ്റ് വേദിയിലുള്ള ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്, CPM കളമശ്ശേരി ഏരിയ സെക്രട്ടറി സഖാവ് വർഗീസ് ചേട്ടൻ, അബൂബക്കർ ഉൾപ്പെടെയുള്ള മറ്റ് പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, ബാങ്കിന്റെ സെക്രട്ടറി ശ്രീ സാബു,
സ്നേഹം നിറഞ്ഞ സഹകാരികളെ, സുഹൃത്തുക്കളെ, മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക് ഇവിടെ സൂചിപ്പിച്ച പോലെ സഹകരണ മേഖലയ്ക്കകത്ത് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ബാങ്കുകളിലൊന്നാണ്. നിരവധി കാര്യങ്ങളാണ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലെ സഹകാരികൾക്കും ജനങ്ങൾക്കും ഗുണകരമാകുന്ന വിധത്തിൽ ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആധുനികമായ സംവിധാനങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തി ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ഓർബിസൈസ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു മേഖലയിലേക്ക് നമ്മുടെ ആളുകളും മാനസികമായി കടന്നു വരേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സാറ് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞത്. ഇത് മനസ്സിലാക്കി സൗകര്യപ്രദമായ ഈ സാധ്യത ഉപയോഗപ്പെടുത്തി നമുക്ക് മികച്ച സേവനവും സൗകര്യവും ഇവർ നൽകുന്നത് പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് രക്തപരിശോധന ഉൾപ്പെടെയുള്ളത് വീടുകൾക്കകത്ത് വന്ന് നടത്തി അവിടെ തന്നെ റിസൾട്ട് നൽകാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യും. ഒപ്പം രോഗിയുണ്ടെങ്കിൽ പരിശോധിക്കാൻ ഡോക്ടറും മറ്റ് സംവിധാനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലെത്താൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം ചെയ്യും. അത്രമാത്രം വിപുലീകരിക്കപ്പെട്ട രൂപത്തിലേക്കാണ് ഈ പ്രവർത്തനങ്ങളെ ആകമാനം ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അതിന് പുറമെ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രായമായവർക്കുള്ള പെൻഷന്റെ കാര്യം പറഞ്ഞു, ചികിത്സാ സഹായം പറഞ്ഞു, നീതി മെഡിക്കൽ സ്റ്റോറിന്റെ കാര്യം പറഞ്ഞു, നീതി സ്റ്റോറിന്റെ കാര്യം പറഞ്ഞു, കൃഷിക്കൊപ്പം പരിപാടിയുടെ ഭാഗമായി ബാങ്ക് ചെയ്യുന്ന ഇടപെടലുകൾ പറഞ്ഞു. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നോക്കിയാൽ സഹകരണ മേഖലയുടെ ഒരു പ്രത്യേകതയാണ്. ഇത്രമാത്രം ജനകീയമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഇടപെടുന്ന മറ്റൊരു മേഖല ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് കാണേണ്ടതുണ്ട്. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനം മലയാളിയുടെ ജീവിതത്തെ എത്ര ആഴത്തിൽ സ്വാധീനിക്കപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ സഹകരണ മേഖലയെ പറയുമ്പോൾ പറയാൻ ഒരു കുഞ്ഞ് ജനിച്ച് അത് പ്രായമായി മരിക്കുന്ന അവസ്ഥ, ഒരാളുടെ ജനനം മുതൽ മരണം വരെയുള്ള ഒരവസ്ഥ എടുത്തു നോക്കിയാൽ നിരവധി സമയങ്ങളിൽ സഹകരണ പ്രസ്ഥാനം അവരുടെ ജീവിതത്തെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിൻ്റെ അനുഭവം കേരളത്തിൽ പറയാൻ കഴിയും. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ചിലപ്പോൾ കുട്ടിക്ക് ജന്മമെടുക്കാൻ ആശുപത്രി പോകുമ്പോൾ ഉൾപ്പെടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ സഹായം വാങ്ങി കുട്ടി പഠിക്കാവുമ്പോൾ പഠനത്തിനുള്ള വിദ്യാഭ്യാസ ലോണും സഹായങ്ങൾക്കും സഹകരണ പ്രസ്ഥാനം ഉണ്ടാവും. തൊഴിലന്വേഷിച്ച് എന്തെങ്കിലും സാധ്യതയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അന്നേരം സാമ്പത്തികമായി സഹായിക്കാൻ സഹകരണ സംഘം ഉണ്ടാകും. വിവാഹം മറ്റു കാര്യങ്ങൾ വന്നാൽ അപ്പോഴും സഹകരിക്കാൻ സഹകരണ സംഘം ഉണ്ടാകും. കെട്ടിടം പണിയിലോ മറ്റു കാര്യങ്ങളോ വന്നാൽ, വ്യവസായമോ മറ്റു കാര്യങ്ങളോ വന്നാൽ, ഇതിലെല്ലാം നോക്കിയാൽ മലയാളിയുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനം നിൽക്കുന്നത് എന്നുള്ളത് കാണാൻ കഴിയും. ഇത് മറ്റൊരു മേഖലയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട്, ന്യൂജൻ ബാങ്കുകളുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള ഒരു സേവനത്തിന്റെ ഒരു അംശം പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ പുതിയ പരിഷ്കാരത്തിന്റെ ഭാഗമായി നമ്മുടെ പൈസ അത്തരം ബാങ്കുകളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ പൈസ പിൻവലിക്കുന്നതിന് നിശ്ചിത തവണ കൂടി കഴിഞ്ഞാൽ പൈസ അങ്ങോട്ട് കൊടുക്കണം എന്നാണ്. നമ്മുടെ ഡെപ്പോസിറ്റിന്റെ നമ്മൾ പിൻവലിക്കുന്നതിന് പൈസ അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളതാണ് പുതിയ ബാങ്കിങ് പോളിസികൾ എല്ലാം വന്നിട്ടുള്ളത്. 1970-കളോടെ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടക്കുകയും അതിന്റെ തുടർച്ചയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ 60-70 ശക്തിപ്പെട്ടു വരികയും ചെയ്തതിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന പൊതുവായ ഒരു കാഴ്ചപ്പാട് ബാങ്കിങ് കൺസെപ്റ്റ് എന്നുള്ളത് വളരെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പോവുകയും അതിനെ ജനകീയമാക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളതാണ്. അഥവാ ഗ്രാമപ്രദേശങ്ങളിലുള്ള മനുഷ്യർക്ക് ഉൾപ്പെടെ അവരുടെ ജീവിതത്തെ സംരക്ഷിക്കാനും മുമ്പോട്ട് കൊണ്ടുപോകാനും ആവശ്യമായ ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്ന രൂപത്തിലേക്ക് ബാങ്കുകളുടെ സ്വഭാവത്തെ മാറ്റിത്തീർക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം എന്ന് കാണാൻ കഴിയും. എന്നാൽ അത് ആ പറയുന്ന അർത്ഥത്തിലേക്ക് വിജയിപ്പിക്കാൻ എല്ലാ മേഖലകൾക്കകത്തും കഴിഞ്ഞിട്ടില്ല. സഹകരണ സംഘത്തെ മാറ്റി നിർത്തിയാൽ ഇപ്പൊ നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം നോക്കിയാലും അതിന്റെ ഏറ്റവും സമ്പന്നമായ ഒരു കാലത്ത് പോലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെ ആകമാനം സ്പർശിക്കുന്ന വിധത്തിലേക്കോ സഹകരണ മേഖല സ്വാധീനിക്കുന്ന പോലെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു രൂപത്തിലേക്കോ ഒന്നും വളർന്നു വന്നിരുന്നില്ല എന്നുള്ളത് കാണാൻ കഴിയും.
എന്നാലും കുറെ കൂടി അതിൻ്റെ ഒരു സ്വഭാവം എന്നുള്ളത് മനുഷ്യത്വപരമായിരുന്നു, ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു, ഗ്രാമീണ ജനതയെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ഇതെല്ലാമായിരുന്നു അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് കാണാം. എന്നാൽ 1990-കളുടെ ആഗോളവൽക്കരണം വരുമ്പോൾ ഈ കാഴ്ചപ്പാടാകെ മാറുകയാണ്, ഈ സമീപനങ്ങളാകെ മാറുകയാണ്. ആ സമീപനങ്ങൾ മാറിയതിൻ്റെ ഒരു 2-3 പതിറ്റാണ്ടിന്റെ അനുഭവം 90-കൾക്ക് ശേഷം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടത് രാജ്യത്തെ പ്രധാനപ്പെട്ട ബാങ്കിങ് മേഖലകളെല്ലാം ഗ്രാമീണ മേഖലയെ സഹായിക്കണമെന്നോ സാധാരണ ജനങ്ങളെ സഹായിക്കണമെന്നോ ഉള്ള കൺസെപ്റ്റിൽ നിന്നും മാറുകയും നമ്മളെ പരമാവധി ചൂഷണത്തിന് വിധേയമാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി പുതിയ ബാങ്കിങ് പോളിസിയും സമീപനങ്ങളും മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്താൽ വായ്പ കുടിശ്ശികയാവും, സാധാരണ മനുഷ്യരുടെ കുടിശ്ശികയാവും, അത് അത്ഭുതമുള്ള കാര്യമില്ല. പക്ഷെ കുടിശ്ശികൾ തിരിച്ചു പിടിക്കുന്നത് പോലും അത്തരം ബാങ്കുകൾക്കകത്ത് ഔട്ട്സോഴ്സ് ചെയ്യാണ്, വലിയ വലിയ കമ്പനികൾ അത് ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്ത് വായ്പ എടുത്തവന്റെ വീട്ടിലേക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഗുണ്ടകൾ വരികയാണ്. ഇത് രാജ്യത്താകമാനം ഇപ്പൊ നടക്കുകയാണ്. കോട്ടും സൂട്ടും ഇട്ടിട്ടുള്ള പുതിയ ഗുണ്ടകൾ നമ്മുടെ രാജ്യത്ത് വരികയാണ്. ഇപ്പോ അത്തരത്തിൽ നമ്മളെ എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ അതെല്ലാം ബുദ്ധിമുട്ടിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മളെ പണം അക്കൗണ്ടിലിട്ട് ATM-ൽ നിന്ന് നമ്മൾ പിൻവലിക്കുമ്പോൾ നിശ്ചിത തവണ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫീസ് ഇടുന്നതിന് ഉള്ളതിന്റെ നിയന്ത്രണങ്ങൾ വരുന്നു, പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും പിൻവലിക്കുന്നതിനുമുള്ള നിയന്ത്രണങ്ങൾ വരുന്നു. ഈ രൂപത്തിൽ സാധാരണ മനുഷ്യരെ സഹായിക്കുന്ന ഒരു സമീപന രീതിയല്ല ഇന്നത്തെ പൊതുവായ നാഷണലിസ്റ്റ് ബാങ്കുകളുടെ എല്ലാം പോളിസികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രവുമല്ല, നമ്മുടെ ഒരു ആവശ്യത്തിന് വായ്പയ്ക്ക് എടുക്കുമ്പോൾ ചെല്ലേണ്ടി വരുന്ന നൂലാമാലകളും പ്രയാസങ്ങളും എത്രമാത്രം ഉണ്ട് എന്നുള്ളതും കാണാൻ കഴിയും. ഇതിൽ നിന്നും വ്യത്യസ്തമല്ല ന്യൂജൻ ബാങ്കുകളുടെ സ്ഥിതി. ന്യൂജൻ ബാങ്കുകൾ വിശേഷിച്ച് വായ്പകൾ വേഗതയിൽ തരാം, വീട്ടിൽ വരാം, കൊണ്ടുതരാം എന്നെല്ലാം പറഞ്ഞുള്ള ആകർഷകമായ മുദ്രാവാക്യങ്ങൾ പ്രചരണ രീതികളിലൂടെ എല്ലാം നമ്മുടെ മുമ്പുകളിൽ എത്താറുണ്ട്. എന്നാൽ അങ്ങനെ എത്തുന്ന ന്യൂജൻ ബാങ്കുകളുടെ കെണിയിൽ പെട്ടുപോയാൽ പിന്നെ വലിയ രൂപത്തിൽ നമ്മളെ കൊള്ളപ്പലിശ കൊണ്ട് അല്ലെങ്കിൽ അഡീഷണൽ ചാർജുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് സാധാരണ മനുഷ്യരെ ഊർത്തിയെടുത്തുകൊണ്ടു പോകുന്ന രീതി ന്യൂജൻ ബാങ്കുകളുടെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയും. മിനിമം ബാലൻസ് 10,000 രൂപ ഉണ്ടാകണം അക്കൗണ്ടിൽ എന്ന് വാശി പിടിക്കുന്ന കൂട്ടരാണ് ഈ കൂട്ടർ എന്ന് കാണാം. ഇവിടെ സീറോ ബാലൻസിന്റെ അക്കൗണ്ടുള്ള ബാലൻസ് സീറോ ആയിട്ടുള്ള അക്കൗണ്ടുള്ള SBകളും കറണ്ട് അക്കൗണ്ടുകളും തുറക്കുന്ന സഹകരണ മേഖല വെക്കുമ്പോൾ മിനിമം 10,000 രൂപ താഴെ പോയാൽ അപ്പൊ തന്നെ ക്ലിക്ക് ക്ലിക്കുന്ന 2 സൗണ്ട് കേൾക്കുകയും അതിന്റെ പൈസ നമ്മുടെ പെനാൽറ്റി ഈടാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പുതിയ രീതിയാണ് ഇന്നത്തെ ബാങ്കിങ് മേഖലയ്ക്കകത്ത് നിൽക്കുന്നത് എന്ന് കാണും. യഥാർത്ഥത്തിൽ രാജ്യത്തെ ആഗോളവൽക്കരണത്തിന് ശേഷമുള്ള 3 പതിറ്റാണ്ട് കൊണ്ട് എല്ലാ മേഖലയിലും വന്ന മാറ്റം പോലെ ബാങ്കിങ് മേഖലയിലും വന്ന ഈ മാറ്റത്തിലൂടെ സാധാരണ ജനതയ്ക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന സേവനങ്ങൾ ലഭ്യമാക്കാത്ത നിലയിലേക്ക് മാറുകയും ആ മേഖലകളിൽ പ്രധാനമായി ഗുണം കൊയ്യുന്നവർ അതിസമ്പന്നരായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാം. ഇപ്പൊ SBI ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട ബാങ്കുകളിൽ നിന്നും ഈ രാജ്യത്തെ ശതകോടീശ്വരന്മാർ വായ്പ എടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ 10-15 വർഷക്കാലത്തിന്റെ ഇടയിൽ ഈ രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ വായ്പ എഴുതി തള്ളിക്കൊടുത്തത് 13 ലക്ഷം കോടിയിലേറെയാണ്. നിങ്ങൾ സഹകരണ മേഖലയിൽ നിന്ന് പോലും 1 രൂപ നമുക്ക് എഴുതി തള്ളി കൊടുക്കാൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് സഹായില്ല. പാവപ്പെട്ട കർഷകന്റെ ഒരു ലോൺ എഴുതി തള്ളാൻ, അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു തൊഴിലാളികളുടെ ലോൺ എഴുതി തള്ളാൻ ഇന്ന് ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് ആ സമീപനമാണ് എടുക്കുന്നത്. പക്ഷെ അതേ കേന്ദ്ര ഗവൺമെന്റ് ആണ് രാജ്യത്തെ അതിസമ്പന്നന്മാരുടെ വായ്പകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്തെ നാഷണലിസ്റ്റ് ബാങ്കുകളുടെ വായ്പകൾ എഴുതി തള്ളി കൊടുക്കുന്നത്. ആ എഴുതി തള്ളുന്നതിന്റെ ഗുണം കിട്ടുന്നത് വിരലിൽ എണ്ണാൻ കഴിയുന്ന കോർപ്പറേറ്റുകളുടെ കൈകളിലാണ് എന്ന് കാണും. വായ്പ എഴുതി തള്ളാൻ ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്ന അദാനിമാരും അംബാനിമാരും നമ്മുടെ നാട്ടിലുണ്ട്. അദാനിയുടെ ഒരു ദിവസത്തെ വരുമാനം, ഒരു ദിവസം സൂര്യൻ ഉദിച്ച് അസ്തമിച്ച് ഒരു ദിവസം കടന്നു പോകുമ്പോൾ ഒരു ദിവസത്തെ അദ്ദേഹത്തിന്റെ വരുമാനം എന്നുള്ളത് 1,600 കോടി രൂപയാണ്. നമ്മൾ തലകറങ്ങി വീട് പോകും. ഒറ്റ ദിവസത്തെ 1,600 കോടി രൂപ പ്രതിദിനം വരുമാനം ഉണ്ടാക്കുന്ന ശതകോടീശ്വരന്മാരുടെ വായ്പ എഴുതി തള്ളിക്കൊടുക്കുന്ന നാഷണലിസ്റ്റ് ബാങ്കുകളുടെ കാലമാണ് ഇന്നത്തെ ഇന്ത്യയിലെ കാലം എന്നുള്ളത് കാണാം. പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന സമീപനമെടുക്കുകയും കോർപ്പറേറ്റുകൾക്ക് പണം വാരിക്കൂരി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ബാങ്കിങ് കൾച്ചറാണ് പുതിയ കാലത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതിന്റെ ഇടയിലാണ് സഹകരണ പ്രസ്ഥാനം വ്യത്യസ്തമായി വ്യതിരിക്തമായ പ്രവർത്തനങ്ങളിലൂടെ നിലനിൽക്കുന്നത് എന്ന് കാണാൻ കഴിയും. സഹകരണ പ്രസ്ഥാനം ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും നേരെ വിപരീതമാണ്. ഇപ്പൊ പശു വാങ്ങുന്നതിന്റെ ലോൺ ഞാൻ ഇതിനകത്ത് വായിച്ചിട്ടുണ്ട്. പശു വാങ്ങുന്നതിന്റെ ലോൺ
നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ, കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ വിദ്യാഭ്യാസമാണ്. പലിശരഹിതമായ വിദ്യാഭ്യാസം. നോക്കൂ, ജനങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കാനും സഹായിക്കാനും വളർത്താനും ഉള്ള കാഴ്ചപ്പാടിനെ മുമ്പോട്ട് വയ്ക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സഹകരണ പ്രസ്ഥാനം എന്നുള്ളത് കാണണം. ആ മഹത്തായ സഹകരണ പ്രസ്ഥാനത്തിന്റെ ആശയത്തെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന ബാങ്കിന്റെ പേരാണ് മുപ്പത്തളം സർവീസ് സഹകരണ ബാങ്ക് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത എന്ന് കാണുക. ഇന്ന് ഈ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ സ്പർശിച്ചു നിൽക്കുന്ന ഒരു വടവൃക്ഷമായി നിൽക്കുന്ന മഹത്തായ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുകയാണ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ സ്വഭാവത്തെ, ഞാൻ ഈ പറഞ്ഞ മനുഷ്യപരമായ ജൈവപരമായ സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള നിയമങ്ങളാണ് ഉണ്ടാകുന്നത്. ബാങ്ക് എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്, ബാങ്ക് എന്ന് ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങളുടെ ചെക്ക് ഉപയോഗിക്കാൻ പാടില്ല, നമ്മുടെ ചെക്ക് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ബാങ്കിങ് ഇതര ബിസിനസ്സുകൾ അല്ലെങ്കിൽ ബാങ്കിങ് ഇതര കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പോവും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ പറഞ്ഞു തുടങ്ങുന്ന പദ്ധതികൾ പോലുള്ള പദ്ധതികൾ തുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ കാഴ്ചപ്പാടിന്ന് പോകുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു മെഡിക്കൽ സ്റ്റോർ പാടില്ല, നിങ്ങൾക്കൊരു മറ്റേ കൺസ്യൂമർ സ്റ്റോർ പാടില്ല, നിങ്ങൾക്ക് ലാബ് പാടില്ല. സഹകരണ മേഖല ഇങ്ങനെ ചെയ്താൽ സഹകരണ മേഖലയ്ക്ക് ഉണ്ടായിരുന്ന സംരക്ഷണങ്ങൾ എടുത്തു കളയപ്പെടുകയും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ മുമ്പോട്ട് പോകാൻ അനുവദിക്കുകയും ചെയ്യില്ല എന്ന രൂപത്തിൽ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയെ പിടിക്കുകയാണ് എന്ന് കാണണം. സഹകരണ മേഖലയെ തകർക്കാൻ ലക്ഷ്യം വെക്കുന്നത് കോടാനുകോടി രൂപയുടെ നിക്ഷേപം സഹകരണ മേഖലയ്ക്കകത്തുള്ളത് കൊണ്ടാണ്. ആ കോടാനുകോടി രൂപയുടെ നിക്ഷേപം കോർപ്പറേറ്റുകൾക്ക് കൈകാര്യം ചെയ്യാൻ അനുവാദം കിട്ടാത്ത മേഖലയാണ് സഹകരണ മേഖല എന്ന് കാണാം. നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണം കോർപ്പറേറ്റുകൾക്ക് ആവശ്യാനുസരണം എടുക്കാനും എഴുതി തള്ളാനും കഴിയും. പക്ഷേ ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമുള്ള കേരളത്തിന്റെ സഹകരണ മേഖലയിലെ നിക്ഷേപം ഒരു കോർപ്പറേറ്റിനും 1 രൂപ വായ്പ കൊടുത്തിട്ടുണ്ടാവില്ല, 30 കൊടുത്തിട്ടുണ്ടാവില്ല, 1 കൊടുത്തിട്ടുണ്ടാവില്ല. സാധാരണ മനുഷ്യർക്കാണ് വായ്പ കൊടുത്തത്. അപ്പൊ ഈ പണം ഈ മേഖലയിൽ നിന്നും പുറത്തു കടത്തി മറ്റു മേഖലകളിലേക്ക് എത്തിക്കാൻ കഴിയണമെങ്കിൽ സഹകരണ പ്രസ്ഥാനത്തെ തന്നെ ഇല്ലായ്മ ചെയ്യണം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആസൂത്രിതമായ നീക്കം ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സഹകരണം എന്നുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതാണ്, അതല്ലെങ്കിൽ സംസ്ഥാനത്തിലെ കേന്ദ്രത്തിലെ ലിസ്റ്റ് വരാം. ഇന്നിപ്പോ കേന്ദ്രം അതിന്റെ മുകളിൽ കൊണ്ടുവന്ന നിയമം ഉണ്ടാക്കി, കേന്ദ്ര നിയമം ഉണ്ടാക്കി, സംസ്ഥാന നിയമത്തിന്റെ മുകളിൽ കേന്ദ്ര നിയമം ഉണ്ടാക്കി, സഹകരണ പ്രസ്ഥാനത്തിന്റെ നിയമനിർമ്മാണം ഉണ്ടാക്കി. സാക്ഷാൽ അമിത്ഷാ തന്നെയാണ് ഇപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത്. അമിത്ഷാ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സഹകരണ സംഘങ്ങൾ ചേർത്തുകൊണ്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സംഘങ്ങൾ പോലുള്ള സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ സഹകരണ സംഘങ്ങൾക്ക് നിയമപരമായ ഒരു വാലിഡിറ്റിയും ഇല്ല എന്നുള്ളത് പാർലമെന്റ് തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും ഈ കാഴ്ചപ്പാടിനെ വികസിപ്പിച്ചു കൊണ്ടുവന്നുകൊണ്ട് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുകയും നമ്മുടെ പ്രാഥമിക സഹകരണ സംഘങ്ങളെ തകർക്കാൻ ആവശ്യമായ പദ്ധതികൾ ഒരുക്കുകയും ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ ഭാവി തലമുറയെയും സംരക്ഷിച്ചു നിർത്താൻ പ്രാപ്തമായ കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ സഹകാരികളും ജനാധിപത്യ വിശ്വാസികളും ഒന്നിച്ചു നിൽക്കേണ്ട, ഒന്നിച്ച് സമരരംഗത്ത് വരേണ്ട അനിവാര്യമായ ഒരു സമയത്തു കൂടിയാണ് മുപ്പത്തളം സർവീസ് സഹകരണ ബാങ്ക് ഈ പരിപാടികൾ നടത്തുന്നത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാനിത് സൂചിപ്പിച്ചത്. വളരെ മാതൃകാപരമാണ് ശശിചേട്ടന്റെ നേതൃത്വത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നാട്ടിലെ സാധാരണ ആളുകൾക്ക് സഹായകരമായി ഈ ബാങ്ക് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശശിചേട്ടനെയും ഇതിന്റെ ഡയറക്ട് ബോർഡ് അംഗങ്ങളെയും ഊഷ്മളമായി ഈ സമയത്ത് അഭിവാദ്യം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനം കർമ്മം ഔപചാരികമായി നടത്തിയതായി പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഞാൻ കാർഡിന് അർഹമായിരിക്കും ആൾക്കാരുടെ പേരുകൾ ഞാൻ വിളിക്കാം. അബ്ദുൾ ജബ്ബാർ സീനത്ത്, മുരളീധരൻ കെ എ, സീനത്ത്, മുരളീധരൻ, നിഷ കെ വി, നിഷ,
ജമീല, റമീല പി എ, റംല, ഹമീദ്, തേജു വി സി, വി എം പ്രഭാകരൻ ഉണ്ടല്ലോ, സുകുമാരൻ വി എം, സുകുമാരൻ ബി എം സുകുമാരൻ, ലിയോ, സുകുമാരി, ലിയോ, അബ്ദുൾ സമീദ്, അബ്ദുൾ സമീദ്, കെ എം യൂസഫ്, അബ്ദുൾ സമീദ്, അബ്ദുൾ സമദ്, കെ എം യൂസഫ്, ബിന്ദു രവീന്ദ്രൻ, രവീന്ദ്രൻ നായർ കെ കെ, ഉഷാദാസൻ, സനീഷ് ടി എം, സെലീന, അത് സനീഷ, സെലീന, നദീര ടി വി, ഹരിത ആർ നായർ, അത് ശരിയാക്കാം. ആ കാർഡ് മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ കൊണ്ടു തരണേ. അത് ശരിയാക്കാം. ഓക്കെ. ഹരിത ആർ നായർ, സുരേഷ് 1011, പ്രസാദ് കുമാർ, അത് തരാട്ടോ ശരിക്ക് തരാം. ഷമീർ പി കെ, സീതാ ഭാസ്കരൻ, ആശംസാ പ്രസംഗമാണ്. ചുരുക്കം വാക്കുകളിൽ എല്ലാവരും ആശംസാ പ്രസംഗത്തിന് വേണ്ടി ആദ്യമായി ടി അബൂബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ വി എം ശശി, വേദിയിലുള്ള ശ്രീ കെ വി വർഗീസ് സഖാവ് ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികളെ, സദസ്സിലുള്ള സഹകാരികളെ, ഈ പ്രദേശത്തെ ആളുകൾക്ക് രോഗം വന്നാൽ വലിയ സഹായ സഹകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മൾ കോഓപ്പറേറ്റീവ് ബാങ്ക് മറ്റു പല സേവനങ്ങളോടൊപ്പം തന്നെ ചികിത്സാ സൗകര്യവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ആനുകൂല്യങ്ങൾ, ഇവിടുത്തെ സൗജന്യങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെ മേന്മകൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അത് നമ്മൾ പരസ്പരം ഒരു പ്രചരണം നടത്തി ഇതിൻ്റെ മേന്മയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രചരണം ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ
ഇതിൻ്റെ പ്രവർത്തനം വിജയകരമായിട്ട് നമുക്ക് നടത്താൻ കഴിയും. ഇത്തരത്തിലുള്ള മെഡിക്കൽ ലാബുകൾ നിരവധി നമ്മളെ ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ കൂടി ഒരു ലാബിലെടുക്കുന്ന ടെസ്റ്റ് അതേ സമയം തന്നെ തൊട്ടടുത്ത ലാബിൽ ചെന്നെടുത്താൽ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടുകൾ ഈ പറഞ്ഞ സ്വകാര്യ ലാബുകളിൽ നടന്നു വരുന്നുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള തീർത്തും നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള യന്ത്രങ്ങൾ കാലാകാലങ്ങളിൽ നിരീക്ഷിച്ച് അതിൻ്റെ കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് നൽകാൻ കഴിയും. അത് ഇവിടെ സംഭവിക്കുന്നു, നടത്തുന്നു എന്നുള്ളതാണ് മറ്റ് ലാബുകളിൽ നിന്നും ഇതിനുള്ള പ്രത്യേകത. അതുകൊണ്ട് നമ്മളുടെ സഹകരണ പ്രസ്ഥാനം, നമ്മളുടെ സർവീസ് സഹകരണ ബാങ്ക് ഇവിടെ സഹകരണത്തോടു കൂടിയിട്ട് ഇവിടെ നടത്തുന്ന ഈ ലാബ് കൂടുതൽ മികച്ച രീതിയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ആശംസ അർപ്പിച്ചുകൊണ്ട് CPIഎമ്മിന്റെ ഏരിയ സെക്രട്ടറി സഖാവ് KB വർഗീസ് സംസാരിക്കും. ബഹുമാനായ അധ്യക്ഷൻ സർവീയം ശശി, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഇതിവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച CPIഎമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സതീഷ് സഖാവ്, പ്രിയമുള്ളവരെ, സഹകരണ മേഖല ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഉദ്ഘാടന പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. ഇപ്പൊ ഈ ബാങ്ക് സഹകരണ ബാങ്കാണ്. കേവലം നിക്ഷേപം നടത്താനും സമ്പത്ത് സംരക്ഷിക്കാനും മാത്രമല്ല, അതിലെ അംഗങ്ങളെ, അവരുടെ ആരോഗ്യത്തെ, അവരുടെ നിത്യജീവിതത്തെ സംരക്ഷിക്കുക കൂടി ചെയ്യുന്ന ഉത്കൃഷ്ടമായ ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ സഹകരണ ബാങ്ക്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് നൂതനമായിട്ടുള്ള രോഗം കണ്ടെത്താനും ചികിത്സിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ ആ സംവിധാനങ്ങളെല്ലാം വലിയ തോതിലുള്ള പണച്ചെലവ് വരുന്ന ഒന്നായിട്ടാണ് അനുഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എന്ന നിലയ്ക്ക് നമ്മുടെ എറണാകുളം ഈ മേഖലയിലെല്ലാം നിരവധി ഹോസ്പിറ്റലുകൾ. അവിടെ ചെന്നുപെട്ടാൽ അതിന് നിമിഷം എന്ന നിലക്ക് 10,000-കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരുന്ന ഒന്നാണ്. അപ്പൊ അത് ആ സംവിധാനം ഇവിടെ ഉണ്ടെങ്കിലും മുഴുവൻ ജനങ്ങൾക്കും അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ളതല്ല, പണച്ചെലവുള്ളതാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നൂതനമായ ഒരു സംവിധാനം ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുക. പെട്ടെന്നൊരു രോഗം വന്നാൽ ഈ കാർഡുള്ളവർക്ക് അപ്പം തന്നെ ഫോണിൽ ബന്ധപ്പെടാനും ആവശ്യമെങ്കിൽ ഡോക്ടർ ഉൾപ്പെടെ ഓടിയെത്തി പ്രാഥമികമായിട്ടുള്ള ചികിത്സ നടത്തി കൂടുതൽ ചികിത്സ വേണമെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നൂതനമായി ഇവിടെ കൈപിടിപ്പിച്ചിരിക്കുക. VM ശശിയുടെ നേതൃത്വത്തിലുള്ള ഈ ബാങ്ക് തീർച്ചയായിട്ടും ആ ബാങ്കിലെ അംഗങ്ങൾക്ക് നൽകുന്ന ഈ ആരോഗ്യ പരിരക്ഷ തീർച്ചയായിട്ടും നമ്മുടെ മേഖലയിലെ ഒരു മാതൃകയാണ്. അങ്ങനെ മാതൃകാപരമായി
ഈ ബാങ്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇത്തരം നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബാങ്കിന് അതിൻ്റെ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ഇതിൻ്റെ കമ്മിറ്റിയെ, ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും ശ്ലാഘിച്ചുകൊണ്ട് ഇത് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ശ്രീ എസ് പ്രകാശനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ബാങ്ക് പ്രസിഡന്റ് ശ്രീ VM ശശി അവരുടെ ഇന്നിവിടെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി സഹാബ് S സതീഷ് അവരുടെ, മറ്റ് വേദിയിലിരിക്കുന്ന പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ സഹകാരികൾ, നാട്ടുകാരെ, ഇന്നത്തെ ഈ പ്രിവിലേജ് കാർഡിൻ്റെ ഉദ്ഘാടനം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭാവി ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ തൊട്ടടുത്താണ് ഇൻഡസ്ട്രിയൽ ഏരിയ. അപ്പോൾ അവിടെ നിന്നുള്ള ഒട്ടേറെ മാലിന്യങ്ങളടങ്ങിയ വായു ശ്വസിച്ചാണ് നമ്മൾ ഭൂരിപക്ഷം ആളുകളോട് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ രോഗങ്ങൾക്ക് അടിമയാണ് നമ്മളെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്കതിന് തിരിച്ചറിയാൻ പറ്റുന്നത്, നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റാൽ കാണാം ഓരോ ലാബിൻ്റെ ലാബ് ടെസ്റ്റ് നടത്താനായിട്ട് ഓരോ ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അതുകൊണ്ട് അറിയാം, നമ്മുടെ ഈ 30 പ്രദേശത്ത് എത്രമാത്രം ലാബുകളുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത്രയേറെ രോഗങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഈ നീതി ലാഭവും ഇതേപോലുള്ള പ്രസ്ഥാനങ്ങൾ, നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൽ വരുമ്പോഴുള്ള നേട്ടങ്ങൾ ഈ സഹകാരികൾക്ക്, നാട്ടുകാർക്കുമാണ്. ഇങ്ങനെ സംരംഭം തുടങ്ങാനായിട്ട് നമ്മുടെ ബാങ്കിന് സാധിക്കുകയും നമ്മുടെ ഈ ചെറിയ സഹകരണ പ്രസ്ഥാനം വളർന്ന് മറ്റുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് മാതൃക എന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് നമുക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇതിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഇവിടെയുള്ള മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളുടെയും പിന്തുണ ഉണ്ടായിരിക്കും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട്, പിന്നെ എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മുപ്പത്തറ സർവീസ് സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ CG വേണുഗോപാലൻ, ബഹുമാനായ അധ്യക്ഷൻ, ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ VM ശശി, ബാങ്കിന്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ PH സാബു, വേദിയിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ, മറ്റ് വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹകാരികളെ, സുഹൃത്തുക്കളെ, മുപ്പത്തറം സർവീസ് സഹകരണ ബാങ്ക് മുപ്പത്തളത്തിൽ ആസ്ഥാനമാക്കി തലയുറപ്പോട് നിർത്തിയ ഈ പ്രസ്ഥാനത്തിൽ അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ സഹകാരികൾക്കും പൊതുജനങ്ങൾക്കുമായി ആരോഗ്യരംഗത്തുള്ള ഒരു പരിരക്ഷ നൽകുന്നതിന് ബോർഡ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പം 3 മാസം കഴിഞ്ഞു. മറ്റ് സ്വകാര്യ മേഖലയിൽ നിന്നും കുറവുകൾ പൊതുജനങ്ങൾക്കും സഹകാരികൾക്കും പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുപ്പത്തരം ക്ലിനിക്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ മുപ്പത്തരം ബാങ്കിലെ അംഗങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം അല്പവും കൂടി കൊടുത്തുകൊണ്ട് ആരോഗ്യ രംഗത്ത് ഇവിടെ പറഞ്ഞതുപോലെ നമ്മളെ ഇന്ന് ഭയപ്പെടുത്തുന്ന പലതരത്തിലുള്ള സംഭവങ്ങളും നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത്, അത് കണ്ടുകൊണ്ട് അതിൻ്റെ കൃത്യമായ ലാബ് ടെസ്റ്റുകളും പരിശോധനകളും നടത്തുന്നതിന് മുപ്പത്തരം സഹകരണ ബാങ്ക് ഇത്തരത്തിലൊരു സ്ഥാപനത്തെ നമ്മുടെ ഈ ബാങ്കിൻ്റെ കെട്ടിടത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുമ്പോൾ സഹകാരികളുടെ ആരോഗ്യവും കൂടിയാണ് മുഖ്യമായും നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അത് ഇവിടെ ക്ലിനിക്കിലുള്ള ചികിത്സ കൂടാതെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീടുകളിൽ അത്യാവശ്യമായി വരുമ്പോൾ നമ്മുടെ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട ഉടനടി ഡോക്ടറുടെ സേവനം ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നു. അത്ര വിപുലമായ ഒരു പ്രവർത്തനം നമ്മുടെ ബാങ്ക് കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ സഹകാരികൾക്കും പൊതുജനങ്ങൾക്കും തുറന്നിട്ടുള്ളത്, അത് സൗകര്യപ്രദമായി ഉപയോഗിക്കുവാനുള്ള ഒരു മുൻകരുതൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളും സഹകാരികളും
അത് ഏറ്റെടുത്തുകൊണ്ട് ഇത് ഒരു മുപ്പത്തരത്തിൻ്റെ മഹത്തായ ഒരു പ്രസ്ഥാനമായി ഈ ക്ലിനിക്കിനെ വളർത്തിയെടുക്കുന്നതിനും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അപ്പോൾ തന്നെ ഇടപെടുന്ന ഇതിൻ്റെ ഒരു കമ്മിറ്റിയും ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇത്തരം ഒരു സംരംഭം അത് നാടിൻ്റെതാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് നടത്തണം. അത്തരത്തിലുള്ള ഈ പ്രസ്ഥാനത്തിന് ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വലിയ വലിയ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ ബാങ്കിൻ്റെ സീനിയർ ബോർഡ് മെമ്പറും NCPയുടെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള KJ സെബാസ്റ്റ്യൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലിരിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സഹകരണ പ്രസ്ഥാനത്ത് തന്നെ നമ്മൾ വളരെയേറെ മാതൃകാപരമായ നടപടികൾ കാഴ്ചവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ബാങ്ക് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സഹകാരികൾക്ക് അറിവുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ സഹകരണ പ്രസ്ഥാനത്തിൽ വായ്പ അപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മൾ ലോൺ ആപ്ലിക്കേഷൻ നമ്മുടെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്താൽ മറ്റ് യാതൊരുവിധ നിയമപരമായ തടസ്സങ്ങളില്ല എങ്കിൽ അപ്പോൾ തന്നെ ആ ലോൺ അനുവദിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളൊരു സ്ഥാപനമാണ് മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്ക്. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. 25,000 രൂപ എന്ന് പറയുമ്പോൾ രോഗികളായിട്ടുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോൺ കോൾ സെക്രട്ടറിക്കോ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ബോർഡ് മെമ്പേഴ്സിനോ പറഞ്ഞാൽ ആ നിമിഷം 25,000 രൂപ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ രോഗിക്ക് കൊടുക്കും. അങ്ങനെ നിരവധിയായിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്ക് മുന്നോട്ട് പോകുന്നത് എന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും സഹകാരികൾക്കും അറിവുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഓർബിസ് ലൈഫിൻ്റെ ഈ ക്ലിനിക്ക് തുടങ്ങി. ഇന്ന് ഇപ്പോൾ അതിൻ്റെ MD ഇവിടെ സൂചിപ്പിച്ചു, 1000 രൂപയോളം വരുന്ന ഒരാള് നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ലാബിൽ പോയി ടെസ്റ്റ് നടത്തിയാൽ ആ ടെസ്റ്റിന് 1000 രൂപയോളം വരും. ആ 1000 രൂപയോളം വരുന്ന ടെസ്റ്റാണ് 125 പേർക്ക് സൗജന്യമായിട്ട് നമ്മൾ നടത്തി കൊടുക്കുന്നത്. അപ്പോൾ അത് ബാങ്ക് ഇത്തരത്തിലുള്ള ഒരു നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിരവധിയായിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഈ സഹകാരികൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ മുന്നോട്ട് വരണം. ഇപ്പോൾ പല മെഡിക്കൽ ലാബ് തുടങ്ങിയിട്ടുണ്ട്. ആ മെഡിക്കൽ ലാബിൽ നമ്മൾ സാധാരണഗതിയിൽ മറ്റുള്ള മെഡിക്കൽ ഷോപ്പിനേക്കാൾ വില കുറവാണെങ്കിൽ പോലും അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് പ്രിവിലേജ് കാർഡ് നമ്മുടെ CPIMന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ S സതീഷ് വിതരണം ചെയ്ത പ്രിവിലേജ് കാർഡ്, ആ കാർഡുമായിട്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ വരുന്നതെങ്കിൽ നിലവിൽ കിട്ടുന്നതിനേക്കാൾ 10% കൂടെ ഡിസ്കൗണ്ട് അതുമൂലം നമുക്ക് കിട്ടും. അത്തരത്തിലുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും പ്രയോജനപ്പെടുത്തുവാൻ സഹകാരികളും നാട്ടുകാരും ഒക്കെ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഇതിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീ PH സാബ്. പ്രിയപ്പെട്ടവരെ, മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ സാമൂഹ്യ സേവന ഇടപെടലുകളിൽ ഒരു പുതിയ അധ്യായം കൂടി എഴുതി ചേർക്കുന്ന ഒരു മുഹൂർത്തമാണ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ മേഖല ധാരാളം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്താകെ ഉയർന്നു വരുന്നു. ആ കാര്യങ്ങളിൽ കൃത്യമായ ചികിത്സയുമായി സർക്കാർ ബദൽ നടപടികൾ സ്വീകരിക്കുന്നു. അപ്പോൾ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ നിരവധിയായ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ പോരായ്മകൾ നമുക്ക് ദർശിക്കാൻ കഴിയുന്നതും നമ്മൾ ഈ കാലഘട്ടത്തിൽ പത്രദ്വാരയൊക്കെ കണ്ടു. എന്നാൽ നമുക്ക് മുപ്പത്തരം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള യാതൊരു ആക്ഷേപങ്ങളും കൊണ്ടുപോകാത്ത രീതിയിൽ നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ സഹകാരികളുടെ സഹകരണവും
ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഭരണസമിതിയും ഭരണസമിതിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ജീവനക്കാരും. അക്കൗണ്ടബിലിറ്റിയും സുതാര്യതയുമാണ് മുപ്പത്തരം ബാങ്കിനെ സംബന്ധിച്ച് നമുക്ക് പൊതുവെ ആക്ഷേപരഹിതമായി പോകാൻ നമുക്ക് അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ആക്ഷേപരഹിതമായി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കയ്യടി പ്രതീക്ഷിക്കുന്നില്ല. ചില കാര്യങ്ങളിൽ കയ്യടി കിട്ടേണ്ട സ്ഥലത്ത് നമുക്ക് കല്ലേറ് കിട്ടും. അപ്പോൾ ഈ കല്ലേറ് നമുക്ക് അർഹതയുള്ളതാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സ്വീകരിക്കാം. നമ്മുടെ പ്രവൃത്തിയുടെ ഭാഗമായി നമുക്കൊരു കല്ലേറ് കിട്ടി. പക്ഷേ ഇന്ന് ഒരു സത്യാനന്തര കാലമാണ്. നുണയെ വലിയ സംഭവമായി ആഘോഷിക്കുകയാണ്, സത്യത്തിന് വിഷം കൊടുക്കുകയാണ്. ചില കുബുദ്ധികൾ ചില കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ മേളിലേക്ക് കുറച്ച് കരിവാരി തേച്ചേക്കാം എന്നോർത്ത് ഫേസ്ബുക്കിലൂടെയും ഒക്കെ മറ്റും വലിയ കോലാഹലങ്ങൾ ഉണ്ടാകാൻ നമ്മൾ കാണാറുണ്ട്. അവിടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ചില ആളുകൾ പോലും നിശബ്ദരായിരിക്കുന്നതും ഞാൻ ദർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ സഹകരണ മേഖലയ്ക്കെതിരെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ, തൻ്റെ കൺമുമ്പിൽ നടക്കുന്ന ഒരു കാര്യം സത്യവിരുദ്ധമാണെന്ന് കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കാത്ത ആളുകളായി മാറിയാൽ ഈ സാമൂഹ്യ പ്രക്രിയയിൽ നമ്മുടെ റോൾ എന്താണ്? അത്ഭുതകരം എന്ന് പറയട്ടെ, പല ആളുകളും പല മിടുക്കന്മാരായ ആളുകളും പല ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയും താഴെ ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. തികച്ചു നുണയാണ്, തികച്ചും സൃഷ്ടിക്കപ്പെട്ട ഒരു കള്ളമാണ്, ഇതൊരു വിശുദ്ധ കള്ളമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും അതിനെ ചെറുക്കാനോ പ്രതികരിക്കാനോ തയ്യാറാവാത്ത വിധത്തിൽ പ്രതികരണം നഷ്ടപ്പെട്ട ആളുകളായി നമ്മുടെ സമൂഹം മാറുന്നതും നാം കാണുന്നു. മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു ഏകോന്മുഖമായ വിഷയമല്ല, പൊതുസമൂഹം ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളിയാണത്. നമ്മുടെ ഇടയിൽ പ്രതികരണ ശേഷി കുറയുന്നു, കലഹിക്കാൻ മറന്നുപോകുന്നവരായി നാം മാറുന്നു. കലഹം കേവല കലഹമല്ല, അനീതിയോടുള്ള കലഹമാണ്. അനീതിയോട് സമരസപ്പെടുക, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്. അപ്പം മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ സാർവതോന്മുഖമായ ഒരു വികാസം എന്ന് പറയുന്നത് ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ ഉണ്ടാകുന്ന വികാസം വലുത്. നിരവധിയായ ഭരണസമിതികളുടെ കീഴിൽ അവരുടെ കാലാകാലങ്ങളിലുള്ള നയസമീപനങ്ങൾ, അതിനെ നിയന്ത്രിക്കുന്ന പൊതുപ്രസ്ഥാനം, അതെടുക്കുന്ന തീരുമാനങ്ങൾ, അതിൻ്റെ ഭാഗമായി അതിനെ നടപ്പാക്കുന്ന ജീവനക്കാരുടെ വൃന്ദം, ചിലപ്പോഴെങ്കിലും മുപ്പത്തടത്ത് ക്ലച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വലിയൊരു ചർച്ച എൻ്റെ അടുത്ത് പ്രതിദിനം വന്ന ആളുകൾ പറയാറുണ്ട്. മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് പറയുന്നത് ഇതാണ്: മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കിൽ സെക്രട്ടറിയുടെ ഭരണമാണ്. മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കിൽ എൻ്റെ ഭരണമല്ല എന്നുള്ള കാര്യം മുപ്പത്തരം ബാങ്കിനെ അറിയാവുന്ന ആളുകൾക്ക് എല്ലാം അറിയാം. മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കിനെ നിയന്ത്രിക്കാൻ ഇവിടെ ഒരു ഭരണസമിതി ഉണ്ട്. ഇനി ആ പേരും പറഞ്ഞ് സെക്രട്ടറിനെയും പ്രസിഡന്റിനെയും തമ്മിലടിപ്പിച്ചേക്കാം എന്നാരെങ്കിലും കരുതണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി. ഈ പ്രതിദിനം ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ ദിവസവും ബാങ്ക് സന്ദർശിച്ച് എല്ലാ ദിവസവും ഇതിൻ്റെ ക്യാഷ് ബുക്കും കണക്കുകളും ഉൾപ്പെടെ പരിശോധിച്ച് ഇതിൻ്റെ ചെലവുകളെ നിയന്ത്രിച്ച് കൃത്യമായി ഉപദേശം തന്ന് ഒരു ഭരണസമിതിക്ക് കീഴിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണിത്. എല്ലാ ദിവസവും അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ബഹുമാനപ്പെട്ട ബാങ്ക് പ്രസിഡന്റിന്റെ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ചെന്ന് ആശയങ്ങൾ സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. എന്നിട്ടാണ് മുപ്പത്തടുത്ത് ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ചില ആഗ്രഹ ഉള്ള ആളുകൾ ആളെ കൂട്ടാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട് നമുക്കതിനെതിരെ പ്രതികരിക്കാൻ പറ്റാത്ത സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രതികരിക്കുന്നതിന് തടസ്സമുണ്ട്. കാരണം ഔദ്യോഗികമായ വിവരങ്ങൾ എനിക്ക് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതിന് പരിമിതി ഉള്ളതിനാൽ ആ പരിമിതിയെ മുറിച്ചെടുക്കാൻ വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ചില ആളുകൾ എഴുതിയിടുന്നത് കാണുമ്പോൾ കൗതുകം തോന്നും. കഴിഞ്ഞ ദിവസം ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരാൾ എഴുതിയിട്ടേക്കണം, ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് ഒരു ആക്ഷേപമോ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഭരണസമിതിയൊക്കെ കുടുങ്ങും, സെക്രട്ടറി രക്ഷപ്പെടും. മിനിറ്റ്സിൽ അതുപോലുള്ള തീരുമാനങ്ങൾ. ഒരു റിട്ടയർഡായിട്ടൊരു പോലീസ് ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ സോഷ്യൽ മീഡിയയിൽ വിസർജ്യ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ഈ വിസർജ്യ നിക്ഷേപത്തിനെതിരെ പ്രതികരിക്കാൻ മുപ്പത്തരത്തെ എത്ര സഹകാരികളുണ്ട്? 2004 മുതൽ തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം. 7 ലക്ഷം രൂപയായിരുന്നു ഈ സ്ഥാപനത്തിന്റെ ലാഭം. ഇന്ന് 1,10,00,000 രൂപയാണ് ലാഭം. 7 ലക്ഷം രൂപയിൽ നിന്ന് 1,10,00,000 വളർച്ച. അംഗങ്ങൾക്ക് 25% ഡിവിഡൻഡ്. ഈ കെട്ടിടം പണി നടന്നതുകൊണ്ട് മാത്രം ആ ഡിവിഡൻഡ് നമ്മൾ 15% വെട്ടിക്കുറച്ചു. ഏത് രംഗത്തും ആരോടും മത്സരിക്കാൻ കഴിയുന്ന ശേഷി, ജനപക്ഷ സമീപനം. ഇപ്പോൾ വന്നപ്പോൾ എന്താ തന്നെ നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അത് നടത്താൻ പറ്റാത്ത കാര്യങ്ങളും നടത്തണം. ചില ആളുകൾ ചില കേന്ദ്രങ്ങളിൽ ഇരുന്ന് ചരടൊരുക്കുകയാണ്, അതിന് സമ്മർദ്ദപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നടത്താൻ പറ്റാത്ത കാര്യങ്ങൾ നടത്താൻ പറ്റൂല.
നിയമത്തിനകത്ത് നിന്ന് ഒരാളെ സഹായിക്കാൻ വേണ്ടി അങ്ങേറ്റം വരെ യാത്ര ചെയ്യുക, അതാണ് ശരിയായ സമീപനം. നിയമം വിട്ടും ചട്ടം പാലിക്കാതെയും ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കാര്യം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന് നിലനിൽപ്പുണ്ടാവും. അപ്പം അതുണ്ടാവില്ല. അപ്പം നിയമത്തിനകത്ത് നിന്നുകൊണ്ടുള്ള പരമാവധി സഹായം. ഇന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനിന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കി. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ വാളിൽ മാത്രമല്ല, യുവജന സമാജം വായനശാലയുടെ വാളിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ബാങ്കിൻ്റെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. നന്നായി ആളുകൾ വായിക്കുന്ന ഒരു വായനശാല ഗ്രൂപ്പ് എന്നുള്ള നിലയിലാണ് നിലപാട് പറഞ്ഞിട്ടുള്ളത്. നിലപാട് ഇത്രേ ഉള്ളൂ: നിയമത്തിനകത്ത് നിന്ന് പരമാവധി സഹായം, നിയമം ലംഘിച്ചുകൊണ്ടുള്ള സഹായമല്ല. നോ പറയാനുള്ള ആളുകളോട് നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. ഞാൻ എന്നെ ശ്രമിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാം. ഇന്ന് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ആദ്യമായി പിണറായി വിജയൻ ആദ്യമായി മന്ത്രിയായ സമയത്ത് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായ നായനാരെ കാണാൻ ചെന്നപ്പോൾ നായനാര് അദ്ദേഹത്തിന് കൊടുത്തൊരു ഉപദേശത്തെ സംബന്ധിച്ച് പിണറായി പിന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായി. ഇത്രേ ഉള്ളൂ: നമ്മുടെ അടുത്ത് നമ്മൾ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുമ്പോൾ നിരവധിയായ ആവശ്യങ്ങളുമായി ആളുകൾ വരും. ആ വരുന്ന ആവശ്യങ്ങളിൽ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എത്രമാത്രം സഹായം ചെയ്യാൻ പറ്റും നമുക്കത് ചെയ്യണം. പക്ഷേ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമായി ഒരാൾ വന്നാൽ അത് കാര്യകാരണങ്ങൾ പറഞ്ഞ് അത് നിഷേധിക്കുക, നോ പറയേണ്ടടുത്ത് നോ പറയണം എന്നാണ് പിണറായി വിജയൻ നായനാർ കൊടുത്ത ഉപദേശം. അപ്പം ഇത് പുതിയ ഉപദേശമൊന്നുമല്ല, ഇതാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പോൾ സമൂഹത്തെ നാം വാർത്തെടുക്കുമ്പോൾ, സഹകരണ ബാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ഉപദ്ര സർവീസ് സഹകരണ ബാങ്ക് ആവട്ടെ ഏതൊരു ബാങ്ക് ആവട്ടെ ശരിയായ നിലപാടുകൾ സ്വീകരിക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ നമുക്ക് പറ്റൂ. അതിനിടയ്ക്ക് ഏതെങ്കിലും കോണുകളിൽ നിന്ന് പിതൃത്വരഹിതമായ ഏതെങ്കിലും വിമർശനം വന്നതുകൊണ്ടോ ഭരണസമിതിയെയും സെക്രട്ടറിയെയും ഒക്കെ തമ്മിൽ തെറ്റിച്ചേക്കാം എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ അതിന് നിശബ്ദ പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് അവരും കൂടി അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പിത്തലാട്ടങ്ങളുടെ മുന്നിലും മുട്ടുമടക്കിയ ചരിത്രമില്ല. ഈ 19-22 വയസ്സ് ആയി ഇവിടെ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ട് നിൽക്കുമ്പോൾ കേവലം ഒരു ഔദ്യോഗിക പദവിക്ക് അപ്പുറത്ത് എൻ്റെ ജീവിതത്തിലെ 15 വയസ്സിന് ശേഷമുള്ള മുഴുവൻ കാലഘട്ടത്തിലും പൊതുപ്രവർത്തന രംഗത്ത് നിന്നിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ചുറ്റുപാടുകളിലെ ഏതെങ്കിലും ഏകോന്മുഖമായ വിമർശനങ്ങൾ കണ്ട് പേടിച്ചു വിറച്ച് മാളത്തിൽ ഒളിക്കും എന്നൊക്കെ ഏതെങ്കിലും കോണുകളിൽ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ സൗകര്യമില്ല എന്നുള്ള ലളിതമായ വാക്കാണ് അതിന് പറയാനുള്ള മറുപടി. നമുക്ക് ഈ നാടിനെ വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. 30 സർവീസ് സഹകരണ ബാങ്കിനെ വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം സ്വപ്നം കാണുക, സ്വപ്നത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുക. ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വരികൾ നമുക്ക് സഹകരണവുമായി ബന്ധിപ്പിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. അപ്പം നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ബഹുദൂരം യാത്ര ചെയ്യാനുണ്ട്. 30 സർവീസ് സഹകരണ ബാങ്കിന് 30 സാമൂഹ്യ വികാസത്തിൽ, സഹകരണ വികാസത്തിൽ ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുമായി ബാങ്ക് മുന്നോട്ട് പോകും. ഇന്നലെ പോലും ബാങ്കിന്റെ ഭരണസമിതി യോഗത്തിൽ ബാങ്കിന്റെ ആദരണീയനായ പ്രസിഡന്റ് ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം 30 ഒരു സഹകരണ ചരിത്ര രചനയ്ക്ക് 30 ബാങ്ക് നേതൃത്വം നൽകണമെന്നാണ്. 30 സർവീസ് സഹകരണ ബാങ്കിന്റെ ആവിർഭാവം, വളർച്ച, അത് ഈ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് നൽകിയ സംഭാവന, ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത്, ഇവിടുത്തെ ആരാധനാലയങ്ങൾ, വായനശാല, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഇവയുടെ എല്ലാം വളർച്ചയിൽ 30 സർവീസ് സഹകരണ ബാങ്കിനെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ചരിത്രത്തിൽ നിന്നും വർത്തമാനത്തിലേക്കുള്ള ഒരു യാത്ര ഒരു ഡോക്യുമെന്റായി തയ്യാറാക്കണമെന്ന് പറയുന്ന നിർദ്ദേശമാണ് 30 സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി ഇന്നലെ ചർച്ച ചെയ്തത്. അത്തരത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും സംവാദങ്ങളും കൂടിച്ചേരലുകളും നമുക്കിടയിൽ വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ യാത്രയിൽ ഒരുമിച്ച് സഞ്ചരിക്കാം, നമുക്ക് മുന്നോട്ട് നടക്കാം. എല്ലാവർക്കും ആശംസ. ഇനിയും പ്രധാനപ്പെട്ട 3-4 പേരിവിടെ സംസാരിക്കാനുണ്ട്. ഇവിടെ ഇപ്പോൾ KN പത്മനാഭൻ, നമ്മുടെ സീനിയർ മെമ്പർ, നമ്മുടെ ബാങ്കിനോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ട്രീസ മോളിയുണ്ട്. പഞ്ചായത്ത് അംഗം പ്രജിതയുണ്ട്. അപ്പോൾ വായനശാലയുടെ സെക്രട്ടറി SS മധു ഉണ്ട്. ഇവിടെ VM പ്രഭാകരനുണ്ട്. PV സൂടാനന്ദനുണ്ട്. അനിൽ അസഫുണ്ട്. ഒട്ടേറെ പേർ ഇനി സംസാരിക്കാനുണ്ട്. സമയം ഏറെ വൈകിയതുകൊണ്ടും ഈ സദസ്സ് ശുഷ്കമായതുകൊണ്ടും ഇനിയിപ്പോൾ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഈ യോഗത്തിൽ നന്ദി പറയുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ ഡയറക്ടർ KN രജീഷിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളിലൂടെ അതിജീവിച്ച് മുന്നോട്ടാണ്
ബാങ്കിൻ്റെ പ്രവർത്തനം തുടങ്ങുന്ന കാലഘട്ടം തുടങ്ങി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രതിസന്ധിയിൽ നിന്ന് മുന്നോട്ട് അതിജീവിച്ചു പോകുന്ന ഈ ബാങ്ക് ഇന്ന് ഇത്രയും നല്ല സൗകര്യത്തോടു കൂടി എല്ലാവർക്കും ഗുണകരമാവുന്ന രീതിയിൽ പ്രവർത്തന മികവോടുകൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രവൃത്തിയാണ് കൂടുതൽ, വർത്തമാനം കുറച്ച് പ്രവൃത്തിയാണ് കൂടുതലെന്ന നേർക്കാഴ്ചയിലാണ് നമ്മൾ പോകുന്നത്. എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഇവിടെ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആതുര സേവന രംഗത്ത് മികവിൻ്റെ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ഇന്ന് സജ്ജമായി. നമുക്ക് ഒരു വരദാനം പോലെ കടന്നു വന്നതാണ് ഓർബീസ് ലൈവ്. അതായത് ആതുര സേവന രംഗത്ത് എപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കിടപ്പ് രോഗികളാകട്ടെ, മറ്റുള്ള വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത പ്രായാധിക്യം കൊണ്ട് വീർപ്പുമുട്ടുന്നവരാകട്ടെ, ഒറ്റ ഫോൺ കോൾ, ആ ഫോൺ കോളിൽ ഡോക്ടറും ആവശ്യമായിട്ടുള്ള നേഴ്സുമാരും അതിൻ്റെ ചികിത്സാ രീതികളെല്ലാം വീട്ടുപടിക്കലെത്തുകയാണ്. വീട്ടുപടിക്കലെത്തി അവർക്ക് ആവശ്യമായ ചികിത്സയും അതിൻ്റെ മരുന്നുമെല്ലാം കൊടുത്ത് അവർക്ക് സന്തോഷത്തോടു കൂടി പൊതുജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു ഏറ്റവും ലളിതമായ ഒരു കാഴ്ചപ്പാടാണ് ഓപ്സിബ് ലൈവ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രിവിലേജ് കാർഡിൻ്റെ വിതരണമാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 10 പൈസ നമുക്ക് കുറച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്. ഇന്നിപ്പോൾ ഈ ബാങ്കിൻ്റെ തന്നെ പൈസ കുറവുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്ലഡും ആദ്യത്തെ ഷുഗറും രണ്ടാമത്തെ ഷുഗറും ഒരു കൊളസ്ട്രോളും കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത ലാബുകളിൽ 150 രൂപ കൊടുക്കണം. ഇത് അവർ വീട്ടിൽ വന്ന് പരിശോധിക്കുകയാണെങ്കിൽ വണ്ടി കാശ് കൂടി കൊടുത്ത് 200 രൂപ ഒരാൾക്ക് കൊടുക്കണം. അപ്പോൾ 2 പേരുടെ പരിശോധനയാണെങ്കിൽ 400 രൂപ. ഇതിപ്പോൾ 5 കിലോമീറ്റർ ചുറ്റളവിൽ പോയി കഴിഞ്ഞാൽ 80 രൂപയ്ക്ക് കാര്യം നടക്കും. അപ്പോൾ അത് അവർ വീട്ടിൽ വന്ന് ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ അത്രയും ലളിതമായ രീതിയിൽ ഗുണകരമാകുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ നമ്മുടെ ഈ ബാങ്കിലെ മെമ്പർമാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി അതിനകത്ത് ഗുണകരമാകുന്നുണ്ട്. നീതി മെഡിക്കൽ സ്റ്റോർ അടക്കം നമ്മൾ സജ്ജമാക്കി, ലളിതമായ ഭക്ഷണത്തിലൂടെ നമ്മൾ ഹോട്ടൽ സജ്ജമാക്കി, വിശാലമായിരുന്ന് കുടുംബത്തോടു കൂടി വന്നിരുന്ന് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നല്ല ശീതളമായ അന്തരീക്ഷത്തിൽ വയറു നിറച്ച് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാനും അത് ചിലവ് കുറഞ്ഞ രീതിയിൽ അത് എല്ലാവർക്കും ലഭ്യമാക്കാനും കഴിയുന്ന തരത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ഇത് നമ്മളുടെയാണ്. ഈ 7 വാർഡുകളിൽ പരന്നു കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെയാണ് ഈ ബാങ്ക്. അതുകൊണ്ട് ഈ 32 സർവീസ് സഹകരണ ബാങ്കിന് എന്തെങ്കിലും ചെറിയ പോറൽ വന്നാൽ അത് എൻ്റെയും വിഷമമാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഉണർന്നിരിക്കുന്ന ഒരു ജനതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെയും ഉണ്ടാകുമല്ലോ പുഴുക്കുത്തുകൾ. ആ പുഴുക്കുത്തുകളെ നേരിൽ ചൂണ്ടിക്കാണിക്കാനും പുഴുക്കുത്തുകൾ നടത്തുന്ന വിമർശനങ്ങളെ ആവശ്യമില്ലാതെ തള്ളിക്കളയേണ്ടതുണ്ട്. അതിവിടെ കളഞ്ഞിട്ടുമുണ്ട്. നാട്ടിലെ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും നെഞ്ചോട് ചേർക്കുന്ന സഹകരണ സ്ഥാപനമാണ് 32 സർവീസ് സഹകരണ ബാങ്ക്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമുക്ക് ഏവർക്കും ഈ നാട്ടിൽ സുപരിചിതനായ ശശിചേട്ടൻ, VM ശശി. പ്രായമായവർക്ക്, തലമുറകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്, അത് കഠിനമായ അധ്വാനത്തിലൂടെ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് ആ സഖാവ് VM ശശി നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റാണ്. ഏവർക്കും സഖാവ് എന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം അനന്തതയിലേക്ക് ചൂണ്ടിക്കാണിച്ച വിശാല ഹൃദയനായ അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മളുടെ ഈ പ്രിവിലേജ് കാർഡിൻ്റെ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചത് എറണാകുളത്തിൻ്റെ യുവത്വമാണ്. ജില്ലയിലെ ഒരു സംഘടനയുടെ ചുമതലയിരിക്കുന്ന സെക്രട്ടറിയാണ് സഖാവ് സതീഷ്. സഖാവ് സതീഷിനെയും അതുപോലെ നമ്മളുടെ പ്രിയപ്പെട്ട സഖാവ് സതീഷിനെയും ഈ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച നമ്മുടെ മുതിർന്ന നമ്മുടെ
സഹകരണ അംഗം പത്മനാഭൻ ചേട്ടൻ, കലിഞ്ഞത്തിൽ പത്മനാഭൻ എന്നാണ് അദ്ദേഹത്തെ ഏവർക്കും അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഏവർക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ പൊതുപ്രവർത്തന രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ടെങ്കിലും ആ രാഷ്ട്രീയത്തിന് അതീതമായി നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന് ഈ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് KP വർഗീസ് ഏത് വിഷയങ്ങൾക്കും എവിടെയും എന്തിനും ഏതിനും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേ അദ്ദേഹത്തിന് അവിടെ നിന്ന് വിടുകയുള്ളൂ. ഏതൊരാളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്ക് അപ്പോൾ തന്നെ തീർപ്പ് കൽപ്പിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കഴിയാൻ പറ്റില്ലെങ്കിൽ ആ വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന നമ്മുടെ ജനകീയനായി മാറിയിരിക്കുന്ന സഖാവ് KP വർഗീസ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ PA അബൂബക്കർ ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന വികസന കാര്യങ്ങൾ ഏറ്റവും കർഷക സംഘത്തിന്റെ സെക്രട്ടറിയും കൂടിയാണ് അദ്ദേഹം നമ്മളുടെ ഇടയാറ്റ് ചാലുമായി ബന്ധപ്പെട്ട് മൂന്നാമതും കൃഷി ചെയ്ത് ഏക്കർ കണക്കിന് വിസ്തീർണത്തിൽ കൃഷി ചെയ്ത് പച്ചപ്പാക്കി മനുഷ്യന്റെ മനസ്സുകളിൽ സുഖകരമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്ന വയലേലകളും അതിൻ്റെ ആ ചിന്തകളെല്ലാം നമ്മുടെ പ്രദേശത്തിന്റെ ജനമനസ്സുകളിലേക്ക് പകർന്നു നൽകിയ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അബൂബക്കറിനെ ഈ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ട്രീസ ചേച്ചി നമ്മുടെ വേദിയിലല്ല ഇരിക്കുന്നത്, നമ്മുടെ സദസ്സിലാണ്. എന്നാലും ട്രീസ ചേച്ചിനെ കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇടയിൽ നല്ല മികവോടുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും മികവോട് നിൽക്കുന്ന ട്രീസ മൊഴിയെയും അതുപോലെ തന്നെ പ്രജിത എന്ന് പറയുന്ന ഒരു ആശാവർക്കറാണ്. ഇന്ന് ആശാവർക്കറൊക്കെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആവശ്യമില്ലാത്ത സമരം ആണെന്ന് മറ്റുള്ളവർക്കും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മളുടെ പ്രിയ പ്രജിതയ്ക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. CM ജമാലുണ്ടായി, കരമ്പത്തിലെ പ്രിയപ്പെട്ട CM ജമാലിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ OPC ലൈവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എങ്ങനെ വീട്ടുപടിക്കൽ ഇതിൻ്റെ ആതുര സേവനം നടപ്പാക്കണമെന്ന് മലയാളികൾക്ക് ലോകത്തിന് കാണിച്ചു കൊടുത്ത അദ്ദേഹത്തിന്റെ ഡയറക്ടറായിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ യോഗത്തിൽ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന കലിഞ്ഞത്തിൽ പ്രകാശൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സ്ക്രാപ്പ് കടയുണ്ട്, എന്ത് കാര്യം ഉണ്ടായാലും ആ പ്രകാശന്റെ അടുത്ത് പോകും എന്ന് പറയാനുള്ള ഒരു ബ്രാൻഡ് നെയിം ബാറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ മനുഷ്യന്റെ മനസ്സുകളിൽ ഓടി ചെല്ലുന്ന വിശ്വാസ്യതയുടെ പര്യായി മാറിയിട്ടുള്ള നമ്മുടെ പ്രകാശ് ചേട്ടനുണ്ട്. പ്രകാശ് ചേട്ടൻ ഈ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ KH സാബു നമ്മുടെ ബാങ്കിന്റെ സെക്രട്ടറിയാണ്. ഈ സെക്രട്ടറി നമുക്ക് ഇതുപോലെയുള്ള ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ മികവോടുകൂടി ആർക്കും ഒരു ആക്ഷേപത്തിന് ഇടവരുത്താതെ നഖശികാന്തങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് കൈയടിക്കേണ്ടത് കൈയടിക്കുകയും കൈയടിക്കാൻ പറ്റാത്തത് കൈയടിക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഈ ബാങ്കിന്റെ ഈ പ്രവർത്തനം വളരെ യശസ്സോടുകൂടി എത്തിക്കുന്ന ബാങ്കിന്റെ സെക്രട്ടറി KH സാബുവിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ഭരണസമിതിയിലെ വേണുചേട്ടൻ ഏവർക്കും അറിയാം, വളരെ രസകരമായ രീതിയിൽ പ്രതിസന്ധികളെല്ലാം കരിങ്കൽ പോലെ വരുന്ന പ്രതിസന്ധികളെല്ലാം മധുരമുള്ള ആ ചിരിയോടുകൂടി മനുഷ്യന്റെ മനസ്സിനെ തന്നെ ആവേശത്തിലാക്കുന്ന നമ്മുടെ വേണുചേട്ടനുണ്ട്. വേണുചേട്ടന് എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അനിൽ SF ഉണ്ട്, നമ്മുടെ ഇബ്രാഹിമിക്കുണ്ട്, പിന്നെ നമ്മുടെ സബാസ്റ്റ്യൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അലിക്കുഞ്ഞിക്ക് ഇരുന്ന സമയം തുടങ്ങി ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലുണ്ട്. വർഷങ്ങളായിട്ട് ഈ ബാങ്കിനുമായി ബന്ധപ്പെട്ട് ഓരോ മനുഷ്യനെയും ചിരിപരിചിതമായി അറിയാവുന്ന സബാസ്റ്റ്യൻ ചേട്ടനുണ്ട്. സബാസ്റ്റ്യൻ ചേട്ടനും നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ള മനസ്സുകളാണ്. ഇവിടെ ഇങ്ങനെ വരാൻ മനസ്സ് വേണമല്ലോ, ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അതിന് വരാനുള്ളൊരു മനസ്സുണ്ടാവണമല്ലോ. ആ മനസ്സെടുത്ത ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി ആർക്കെങ്കിലും നന്ദി രേഖപ്പെട്ടാൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സുഗുണാനന്ദ ചേട്ടനുണ്ട്, വേദിയിലും സദസ്സിലുണ്ട്. അദ്ദേഹത്തിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അഭിവാദനങ്ങൾ.
അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് യോഗ നടപടി അവസാനിപ്പിക്കാം.